യോഗ്യൻ നീ യേശുവേ, സർവസ്തുതികൾക്കും യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവക്കുഞ്ഞാടേ നീ യോഗ്യൻ. എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാം യേശുവേ, എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാം യേശുവേ. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. യോഗ്യൻ നീ യേശുവേ, സർവസ്തുതികൾക്കും യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവക്കുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ യേശുവേ, സർവസ്തുതികൾക്കും യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവക്കുഞ്ഞാടേ യോഗ്യൻ. നിത്യമായി സ്നേഹിച്ചെന്നെ തിരുനീണത്താൽ വീണ്ടെടുത്തു, ഉയിർത്തെന്നും ജീവിക്കുന്നു, മരണത്തെ ജയിച്ചവനാ. നിത്യമായി സ്നേഹിച്ചെന്നെ തിരുനീണത്താൽ വീണ്ടെടുത്തു, ഉയിർത്തെന്നും ജീവിക്കുന്നു, മരണത്തെ ജയിച്ചവനാ. യോഗ്യൻ നീ, കരങ്ങളെ ഉയർത്തി, യേശുവേ, സർവസ്തുതികൾക്കും യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവക്കുഞ്ഞാടേ നീ യോഗ്യൻ നീ യേശുവേ, സർവസ്തുതികൾക്ക് യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവക്കുഞ്ഞാടേ നീ യോഗ്യൻ, ദൈവക്കുഞ്ഞാടേ നീ യോഗ്യൻ, ദൈവക്കുഞ്ഞാടേ നീ യോഗ്യൻ. സർവസ്തുതികൾക്കും യോഗ്യനായ, ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം കടന്നു വന്നിരിക്കുന്നത്. എല്ലാ ന്യായ ചിന്തകളെയും മാറ്റി ഒരു നിമിഷം നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിലേക്ക് ഏകാഗ്രതമാക്കാം. സ്തോത്രം. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. കഴിഞ്ഞ ഒരാഴ്ച നമ്മെ നടത്തിയ വിധങ്ങളെ ഒന്ന് ഓർത്ത് നോക്കിയാട്ടെ. യെസ്, നമ്മുടെ കഴിവും മിടുക്കും ഒന്നുമല്ല. നാം അശ്രദ്ധരായി നടന്നപ്പോൾ പോലും, അശ്രദ്ധയായി കാര്യങ്ങൾ ചെയ്തപ്പോൾ പോലും നമ്മോട് കൂടെ ഇരുന്ന് സഹായിച്ച ദൈവത്തിൻ്റെ കരം നമ്മെ ഇത്രത്തോളം പരിപാലിച്ചില്ലേ. സ്തോത്രം. ആ നല്ല കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്തുതിക്ക് യോഗ്യനായ ദൈവമേ, വാഴ്ത്തുന്നു, 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 വാഴ്ത്തുന്നു.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരുണാസമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ലതും വിലപ്പെട്ടതുമായ വിശുദ്ധ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ലോകരക്ഷകനും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു പ്രാവശ്യവും കൂടെ കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കേണ്ടതിന് വിശുദ്ധ ദിവസം ഞങ്ങൾ വേർതിരിച്ച് കൊണ്ടുവന്ന ദൈവത്തിനോ ഇന്ന് പ്രഭാതത്തിൽ സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം അപ്പച്ചൻ്റെ വിശ്വസ്തത ഞങ്ങൾക്ക് പരിചയം പലകയുമായിരുന്നു. ആപത്തുകളും അനർത്ഥങ്ങളും പതിയിരുന്ന ഈ ദുഷ്ടലോകത്തിൽ സ്വർഗത്തിലെ ദൈവമേ, അവിടുത്തെ കണ്ണിൻ കൃഷ്ണമണി പോലെ ഞങ്ങളെ പരിപാലിച്ചു. ഞങ്ങളുടെ ജീവനും ഭക്തിക്കും ആവശ്യമായ കരങ്ങളിൽ തന്നു. ഞങ്ങളെ സൂക്ഷിച്ച, ഞങ്ങളെ വഴി നടത്തിയ നല്ല കർത്താവിനോ ഇന്ന് പ്രഭാതത്തിൽ സ്തോത്രം ചെയ്യുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് സങ്കീർത്തനക്കാരനോട് ചേർന്ന് അപ്പാ, ഞങ്ങളുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായിരിക്കുന്ന നീ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കുമായി ഞങ്ങൾ സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളെ തന്നെ ഇന്ന് പ്രഭാതത്തിൽ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. പാടുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ, പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കണം. അനുഗ്രഹീത സങ്കീർത്തനങ്ങൾ, പ്രബോധനങ്ങൾ, സാക്ഷിവചനങ്ങൾ, ദൈവവചന ചിന്തകൾ തന്ന ഇന്ന് പകലിലെ ആരാധന ഞങ്ങളുടെ ദൈവത്തിനോ ഏറ്റവും സുഗ്രാഹ്യമായൊരു യാഗമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവമേ അവിടുന്ന് കൃപ ചെയ്ത് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വെള്ളത്തിന്മീതെ പരിവർത്തിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഞങ്ങളിൽ എല്ലാവരുടെയും നടുവിൽ വ്യാപരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുകുട്ടികൾ, ആബാലവൃദ്ധ ജനം ഹല്ലേലൂയ ദൈവസന്നിധിയിലാണെന്നുള്ള ബോധത്തോടെ ദൈവത്തെ ആരാധിക്കുവാൻ കർത്താവ് കൃപ ചെയ്താട്ടെ. ഞങ്ങളുടെ ഇടയിൽ ഡിസ്റ്റർബൻസ് കൊണ്ടുവരുന്ന എല്ലാ അന്ധകാരത്തിൻ്റെ ശക്തിയെയും സ്വർഗം അവിടുന്ന് ശാസിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അശുദ്ധമായതൊന്നും ദൈവഹിതമല്ലാത്തതൊന്നും ആലയത്തിൽ കാലുകുത്തുവാൻ പോലും സ്വർഗം അനുവദിക്കരുതെന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ആരാധനയെ സ്വർഗം ഭരിച്ചു നടത്തണം. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം നിന്റെ നാമത്തിന് തന്നെ മഹത്വം വരേണ്ടതിന് സ്വർഗം കാരണമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, തുരിക്കരങ്ങളിൽ ഞങ്ങളെ തന്നെ താഴ്ത്തുകയാണ്. സ്വർഗം തന്നെ സകലതും ഭരിച്ചു നടത്താൻ പോയതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തുതിക്കുന്നു. ഇനിയും ആരെങ്കിലും ഹാലിൽ കടന്നു വരുവാനുണ്ടെങ്കിൽ വേഗത്തിൽ കുട്ടിവരുത്തിയാട്ടിയാപ്പ. ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കൃപ ചെയ്യും. ക്രിസ്തു യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കണം ഞങ്ങളുടെ സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ചേർന്നോ ഒരു പകൽ കൂടെ നമുക്ക് ദാനം ചെയ്ത ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഭക്തന്മാർ എഴുതിയ ഹല്ലേലൂയ മനോഹര ഗാനം ആത്മാവിൽ പാടി ദൈവത്തെ ആരാധിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. വാഴ്ത്തിടുക, സ്തുതിച്ചാർത്തിടുക, അവന്റെ നാമം ഉയർത്തിടുക. വാഴ്ത്തിടുക, സ്തുതിച്ചാർത്തിടുക, അവന്റെ നാമം ഉയർത്തിടുക. പച്ചപ്പുൽമേടുകളിൽ ദിനവും പാടിപ്പതോർത്തതെങ്ങനെ ഞാൻ. പച്ചപ്പുൽമേടുകൾ പാലിപ്പതോർത്തതെങ്ങനെ നാം. പാലകനേശുവെ മറന്നിരിക്കും, തന്റെ ഒന്നായി ഘോഷിച്ചിടാൻ. പാലകനേശുവെ മറന്നിരിക്കും, തന്റെ ഒന്നായി ഘോഷിച്ചിടാൻ. വാഴ്ത്തിടുക, സ്തുതിച്ചാർത്തിടുക, അവന്റെ നാമം ഉയർത്തിടുക. വാഴ്ത്തിടുക, സ്തുതിച്ചാർത്തിടുക, അവന്റെ നാമം ഉയർത്തിടുക. ഈശാനമൂലൻ അടിച്ചുയർന്നു, പടകു തകർന്നു തോന്നിയപ്പോൾ. ഈശാനമൂലൻ അടിച്ചുയർന്നു, പടകു തകർന്നു തോന്നിയപ്പോൾ. കൊടിയിൽ ജയം തന്ന രക്ഷകന്റെ പാലനമോർത്തു നാം സ്തുതിച്ചിടുക. കൊടിയിൽ ജയം തന്ന രക്ഷകന്റെ പാലനമോർത്തു നാം സ്തുതിച്ചിടുക. വാഴ്ത്തിടുക, സ്തുതിച്ചാർത്തിടുക, അവന്റെ നാമം ഉയർത്തിടുക. വാഴ്ത്തിടുക, സ്തുതിച്ചാർത്തിടുക, അവന്റെ നാമം ഉയർത്തിടുക. ഇന്നെന്ന ഭാരത്താൽ ഞെരങ്ങിയപ്പോൾ ഒന്നും ഭയപ്പെടേണ്ടെന്നുര ചെയ്തില്ലേ.
കഷ്ടത്തിൻ കോട്ടയിലാകപ്പെട്ടപ്പോൾ അപ്പുറം കടന്നിടാൻ പാടുന്നില്ലാതെ കഷ്ടത്തിൻ കോട്ടയിലാകപ്പെട്ടപ്പോൾ അപ്പുറം കടന്നിടാൻ പാടുന്നില്ലാതെ അകത്തും പുറത്തുമായി പീഡനം വന്നപ്പോൾ രക്ഷിച്ച നാഥനെ സ്തുതിച്ചിടുക അകത്തും പുറത്തുമായി പീഡനം വന്നപ്പോൾ രക്ഷിച്ച നാഥനെ സ്തുതിച്ചിടുക വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക അവന്റെ നാമം ഉയർത്തിയിടുക വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക അവന്റെ നാമം ഉയർത്തിയിടുക ഇന്നെന്നാൽ ഭാരത്താരങ്ങിയപ്പോൾ ഒന്നും ഭയപ്പെടേണ്ട ദൂരം ചെയ്തില്ലേ ഇന്നെന്നാൽ ഭാരത്താരങ്ങിയപ്പോൾ ഒന്നും ഭയപ്പെടേണ്ട ദൂരം ചെയ്തില്ലേ ഭക്തനെ പോറ്റിയ നാഥന്റെ ദേഹത്തെ ഓർത്തു നാം സ്തുതിച്ചിടുക ഭക്തനെ പോറ്റിയ നാഥന്റെ ദേഹത്തെ ഓർത്തു ഹല്ലേലൂയ ചാർത്തിയിടുക അവന്റെ നാമം ഉയർത്തിയിടുക വാഴ്ത്തിയിടുക സ്തുതി ചാർത്തിയിടുക അവന്റെ നാമം ഉയർത്തിയിടുക കഷ്ടത്തിൻ കോട്ടയിലാകപ്പെട്ടപ്പോൾ അപ്പുറം കടന്നിടാൻ പാടുന്നില്ലാതെ കഷ്ടത്തിൻ കോട്ടയിലാകപ്പെട്ടപ്പോൾ അപ്പുറം കടന്നിടാൻ പാടുന്നില്ലാതെ അകത്തും പുറത്തുമായി പീഡനം വന്നപ്പോൾ രക്ഷിച്ച നാഥനെ സ്തുതിച്ചിടുക അകത്തും പുറത്തുമായി പീഡനം വന്നപ്പോൾ രക്ഷിച്ച നാഥനെ സ്തുതിച്ചിടുക വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക അവന്റെ നാമം ഉയർത്തിയിടുക വാഴ്ത്തിയിടുക പച്ചപ്പുൽമേടുകളിൽ ദിനവോ പായിപ്പതോട്ടാലെങ്ങനെ നാം പച്ചപ്പുൽമേടുകളിൽ ദിനവും ഹല്ലേലൂയ യേശുവേ മറന്നിരിക്കൂ യേശുവേ മറന്നിരിക്കും തന്റെയൊന്നായി ഘോഷിച്ചിടാം വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക അവന്റെ നാമം ഉയർത്തിയിടുക വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക അവന്റെ നാമം ഉയർത്തിയിടുക വാഴ്ത്തിയിടുക ഓ ജീസസ് we worship you
Hallelujah. Praise you, Jesus. Praise you, Jesus. Hallelujah, 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 hallelujah. നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹീതവും വിലപ്പെട്ടതുമായ ഈ വിശുദ്ധ പ്രഭാതത്തിൽ ഒരു പ്രാവശ്യവും കൂടെ കർത്താവിനെ ആരാധിക്കുവാൻ, ഹല്ലേലൂയ, എൻ്റെ മഹത്വം ഞാൻ മറ്റൊരുത്തരും വിട്ടുകൊടുക്കത്തില്ല എന്നരുളി ചെയ്ത ആ കർത്താവിനെ അവൻ്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം സ്തുതിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരു പ്രഭാതവും കൂടെ, ഹല്ലേലൂയ, നമുക്ക് ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവകൃപയുടെ എഴുന്നേൽപ്പാൻ സ്വർഗം സഹായിച്ചുവെങ്കിൽ ആ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. വാഴ്ത്തിയിടുക, സ്തുതിച്ച് ആർത്തിയിടുക ആ നല്ല നാമത്തെ. ഹല്ലേലൂയ, കർത്താവിനെ സ്തുതിക്കുവാൻ ഒരവസരവും കൂടെ കർത്താവ് ദാനം ചെയ്തല്ലോ. തുടർന്നും നല്ല ഗാനങ്ങൾ പാടി ദൈവത്തെ ആരാധിക്കുവാൻ, ഹല്ലേലൂയ, അനുഗ്രഹീത സങ്കീർത്തനങ്ങൾ, പ്രബോധനങ്ങൾ, സാക്ഷി വചനങ്ങൾ, ദൈവവചന ചിന്തകൾ തന്ന, ഹല്ലേലൂയ, നമ്മുടെ ആരാധന ദൈവത്തിന് സുഗ്രാഹ്യമായ, കർത്താവ് പ്രസാദിക്കുന്ന ഒരു യാഗമായി തീരുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യൂത്തിൻ്റെ ഭാഗത്ത് നിന്ന് കെസിയ തോമസ് പ്രാർത്ഥിക്കും. സഹോദരന്മാരുടെ ഭാഗത്ത് നിന്ന് പ്രിയ CC ആൻറ്റിയും, സഹോദരന്മാരുടെ ഭാഗത്ത് നിന്ന് ബ്രദർ ജോജി, 3 പേരെ ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാട്ടെ. വിശുദ്ധി ആരാധനയുടെ ഏറ്റവും അനുഗ്രഹത്തിനായി നമുക്ക് ഒരുമിച്ച് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ പാട്ട്, പ്രാർത്ഥന, സങ്കീർത്തനങ്ങൾ, പ്രബോധനങ്ങൾ, സാക്ഷ്യവചനങ്ങൾ, ദൈവവചന ധ്യാനം എല്ലാം ദൈവത്തിന് പ്രസാദകരമായി തീരുവാൻ കർത്താവ് സഹായിക്കേണ്ടതിനായി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കെസിയ പ്രാർത്ഥിച്ചാട്ടെ. Stotram, our praise, Holy Father, O Lord. Thank you for giving us this time to come in your presence, O Lord. Hallelujah. Thank you for giving us this beautiful morning, O Lord. Hallelujah. Which many people don't get to see, O Lord, but you were with us, O Lord. Hallelujah. You gave us this morning, O Lord. You gave us one purpose to wake up with, O Lord. Hallelujah. We thank you again for that, O Lord. I pray for everyone who couldn't make it, O Lord. Bless them, O Lord, hallelujah, wherever they are, O Lord. Many people are sick, O Lord. People are busy with their things, O Lord, with their work life, O Lord, hallelujah. Let your spirit be with them, O Lord. Be with each and every one of them, O Lord, hallelujah. I pray for everyone who is here, present here today, O Lord, hallelujah. Bless all of them, O Lord, the new ones, O Lord, who all came back, O Lord. Help us to worship your name, O Lord. Worship your name, O Lord. Help us to understand you better, O Lord, hallelujah. I pray for the sermon, O Lord. I put it in your hands, O Lord, hallelujah. Let your spirit speak to us, Lord. Let your spirit speak to all the youths also, Lord, hallelujah. I once again thank you, Lord, for being with us, Lord. In the name of Jesus, I pray. Amen. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ, വിശുദ്ധ പൽക്കാലം അവിടുത്തെ തിരുസന്നിധി കടന്നു വരുവാനും അടിയങ്ങൾക്ക് നിന്നെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും അവിടുന്ന് സഹായിച്ച അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കർത്താവ് അടിയങ്ങളെ കാത്തു പരിപാലിച്ചല്ലോ. ആപത്തനർത്ഥങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിൽക്കുന്ന പ്രയാസം നിന്ന്, കഷ്ടങ്ങളിൽ നിന്നെല്ലാം വിടുവിച്ച് ഓരോ ദിവസം അവിടുന്ന് പരിപാലിക്കുന്ന അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, എൻ്റെ കണ്ണെ കണ്ണുനീരുന്നു, എൻ്റെ കാലിനെ വീഴ്ചയുന്നു, എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നൊക്കെയും വിടുവിച്ച് ഇന്ന് പോൽക്കാലം കർത്താവേ അവിടുത്തെ ആലയത്തിൽ കടന്നു വരുവാൻ തക്കൊണ്ട് അടിയങ്ങളെല്ലാം എണ്ണത്തിൽ കുറയാതെ കൊണ്ട് അവിടുന്ന് സഹായിച്ച അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അവിടുന്ന് ചെയ്യുന്ന എല്ലാ ഉപകാരങ്ങൾക്കായി സ്തോത്രം, നന്മകൾക്കായി സ്തോത്രം. അവിടുത്തെ കൃപയിൽ ഓരോ ദിവസം അടിയങ്ങളെ അവിടെ നിലനിർത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കടന്നു വന്ന് എല്ലാവരും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ആരെങ്കിലും കടന്നു വരുവാൻ യാത്രയിലായിരിക്കുന്നില്ല, അവരെ എത്രയും വേഗം അവിടെ നിന്ന് കൂട്ടി വരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആരെങ്കിലും രോഗത്തിൻ്റെ പ്രയാസത്തിൽ നിന്ന് പകൽക്കാലം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ കടന്നു പോകുമ്പോൾ പരിപൂർണ്ണ വിടുതൽ പ്രാപിച്ച് മടങ്ങി പോകാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും മനോപ്രയാസത്തോടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ മനസ്സമാധാനത്തോടെ മടങ്ങി പോകാൻ തക്കണ ആരാധനയ്ക്ക് ശേഷം അവിടെ നിന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ശക്തി ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ മധ്യത്തിൽ വരുവാൻ്റെ കൊണം കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്ന് നടക്കുന്ന ആരാധനയുടെ എല്ലാ ഘടകങ്ങളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. പാട്ട്, പ്രാർത്ഥന, പ്രബോധനങ്ങൾ കർത്താവേ, സങ്കീർത്തനങ്ങൾ, വചന ശുശ്രൂഷ എല്ലാവരും ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വീടി വന്ന കൊണം കർത്താവിൻ്റെ ദാസനെ അവിടെ നിന്ന് ബലപ്പെടുത്തണമേ. ആദ്യോടത്തെ കർത്താവിൻ്റെ കൃപയിൽ പരിപാലനത്തിലൂടെ നിർത്തിക്കൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്ത് വിദേശങ്ങളിലായിരിക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, വിവിധ സ്റ്റേറ്റുകളായിരിക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട്, കുടുംബങ്ങളുണ്ട്, എല്ലാവരും ഞങ്ങൾ ഓർക്കുന്നു. അവരൊക്കെ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവ് പരിപാലിക്കുകയും അവിടുന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവത്തിൻ്റെ കൃപയിൽ ഓരോ ദിവസം അവിടെ അടിയങ്ങളെ വഴി നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പൽക്കാലം അവിടുന്ന് കർത്താവെ ആരാധനയ്ക്ക് ശേഷം നടക്കുന്ന മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യങ്ങളും അപ്പച്ചൻ്റെ സന്നിധിയിൽ അടിയങ്ങളെ സമർപ്പിക്കുന്ന കർത്താവെ, അവിടുന്ന് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. ആദ്യോടത്തെ കർത്താവിൻ്റെ കൃപയിൽ അടിയങ്ങളെ നിലനിർത്തിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യാചന എല്ലാം അവിടുന്ന് കേട്ടിരിക്കാൻ സ്തോത്രം. സകല യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടുകൂടി തന്നെ കേൾക്കുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ,
മനോഹരമായ പ്രവാസമയത്തിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. വിശുദ്ധ കാലം കർത്താവേ ദർശനത്തിലേക്ക് അടുത്തൊരുവാന്ത കൊണ്ണം കർത്താവേ നിങ്ങളെ സഹായിച്ച അവിടുത്തെ ഉയർവുകൾക്കാട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ച തൊട്ട കാലം കർത്താവേ അത്ഭുതമായി ശരമായി കർത്താവേ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളുടെ ഇടങ്ങളെ കാത്തു പരിപാലിച്ചുള്ള കർത്താവേ. ഹല്ലേലൂയ. സന്തോഷത്തോടെ സമാധാനത്തോടെ ആരോഗ്യത്തോടെ ബലത്തോടെ ഒരു പ്രാവശ്യം കൊണ്ട് കർത്താവ് ദർശനത്തിലേക്ക് അടുത്തൊരുവാനും കർത്താവേ ഇതിനെ സ്തുതിപ്പാനും മതപ്പെടുത്തുവാനും അടിയങ്ങളുടെ ജീവിതം നല്ല അവസരത്തിനായിട്ട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. കടന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവേ നിന്റെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവേ. നിങ്ങൾ ആരും കടന്നു വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് അവരെയും കൂട്ടി വരുത്തുമാറാണമേ. ഒത്തൊരുമിച്ച് തന്നെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനൊക്കെ കർത്താവേ നിങ്ങളെ സഹായിക്കുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ മനോഹരമായ പാട്ടുകൾ പാടി ആരാധിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ തക്കൊണ്ണം ദൈവമേ നിങ്ങളെ സഹായിച്ചു കർത്താവേ. ഹല്ലേലൂയ. വീണ്ടും കർത്താവേ നല്ല പാട്ടുകൾ പാടി ആരാധിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ തക്കൊണ്ണം ദൈവമേ നിങ്ങളെ സഹായിക്കുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. സങ്കീർത്തന ഭാഗങ്ങളിൽ കൂടെ കർത്താവേ സന്തോഷിപ്പാൻ തക്കൊണ്ണം നിന്റെ ദാസന്മാരെ അവിടെ ബലപ്പെടുത്തുമാറാണമേ. അനുഗ്രഹിട്ട് കർത്താവ് വചനങ്ങൾ കേട്ട് കർത്താവ് സന്തോഷിപ്പാൻ തക്കോണം കർത്താവേ. അടിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം കാരണമായി തീരുവാൻ തക്കോണം കർത്താവേ നീ അവിടെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല കർത്താവേ സാക്ഷ്യങ്ങളെ നീ അവിടെ കേൾപ്പിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവത്തിന്റെ ദാസന്മാരിൽ കൂടെ കർത്താവേ അനുഗ്രഹിച്ച വചനങ്ങളെ നീ അവിടെ നൽകിത്തീരുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. തിരുവചനം കേട്ട് കർത്താവ് ഞങ്ങൾ ബലം പ്രാപിച്ച് കടന്നു പോകാൻ തക്കോണം ദൈവമേ നിങ്ങളെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം. ദേവദാസനെ എൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവേ ശുശ്രൂഷിപ്പാനാശമായ കഴിവുമ്പിലൊക്കെ അവിടെ നൽകി കൊടുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ പരിശുദ്ധാത്മന്റെ ശക്തിയാൽ അവിടെ നിറയ്ക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. കടന്നു കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും കർത്താവേ സഭാഗത്തിന് കടന്നു വരാൻ തക്കണം ഇടയാക്കാതെ ഭവനങ്ങളിലെ കർത്താവ് ജോലി കാര്യങ്ങളെ രോഗത്തിൽ മറ്റും ആയിരിക്കുന്നെങ്കിൽ കർത്താവെ അടികളോടൊപ്പം കർത്താവരെയും നീ അവിടെ സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അടിങ്ങളുടെ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, സഹോദരന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന കർത്താവെ രാജ്യത്തെ വിദേശങ്ങളൊക്കെ ആയിരിക്കുന്നവരൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന വേദങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ജോലി ചെയ്ത വേദങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും നീ അവിടെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഒരു ആശം കൊണ്ട് കർത്താവെ ഹല്ലേലൂയ മറ്റു വാഞ്ഞരങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവെ. കർത്താവെ നിന്റെ സന്നിധിയിൽ കർത്താവ് വ്യക്തിയോടിരിപ്പാൻ തക്കവണ്ണം നിങ്ങളെ ഓരോരുത്തരെയും നീ അവിടെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം നിന്റെ ആയിരിക്കുമ്പോൾ കർത്താവെ ഞങ്ങളോട് കൃത്യമായി സംസാരിച്ചുകൊണ്ടിരിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോട് കേട്ടതിനായ സ്തോത്രം സൽവടി കാര്യം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവസന്നിധിയിൽ നമ്മൾക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നോ 62-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അതിൻ്റെ അവസാന 2 വാക്യങ്ങൾ ചേർന്ന് വായിക്കാം. സാംസ് 62 we can read responsively. Praise the Lord. Psalms 62 62-ാം സങ്കീർത്തനം. ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു, എൻ്റെ രക്ഷ അവങ്കൽ നിന്ന് വരുന്നു. നിങ്ങളെല്ലാവരും ചാഞ്ഞ മതിലും ആടുന്ന വേലയും പോലെ ഒരു മനുഷ്യനെ കൊല്ലേണ്ടതിനോ എത്രത്തോളം അവനെ ആക്രമിക്കും. എൻ്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്ക, എൻ്റെ പ്രത്യാശ അവങ്കൽ നിന്ന് വരുന്നു. എൻ്റെ രക്ഷയും എൻ്റെ മഹിമയും ദൈവത്തിൻ്റെ പക്കലാകുന്നു. എൻ്റെ ഉറപ്പുള്ള പാറയും എൻ്റെ സങ്കേതവും ദൈവത്തിങ്കലാകുന്നു. സാമാന്യ ജനം ഒരു ശ്വാസവും ശ്രേഷ്ഠജനം ബോഷ്കുമത്രേ. തുലാസിന്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും, അവർ ആകപ്പാടെ ഒരു ശ്വാസത്തെക്കാൾ ലഘുവാകുന്നു. ഒരുമിച്ച്. ബലം ദൈവത്തിനുള്ളതെന്ന് ദൈവം ഒരിക്കൽ അരുളി ചെയ്തു. ഞാൻ 2 പ്രാവശ്യം കേട്ടുമിരിക്കുന്നു. കർത്താവേ, ദൈവം നിനക്കുള്ളതാകുന്നു. നീ ഓരോരുത്തരും അവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകുന്നു. നമ്മുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ കർത്താവിനെ ആരാധിപ്പാനായി കർത്താവ് നമ്മെ കൂട്ടിവരുത്തിയിരിക്കുന്നു. അനേകർ ആഗ്രഹിക്കുന്നുണ്ടോ, അനേകർ അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ടോ,
അവർക്കതിന് കഴിയാതിരിക്കുമ്പോൾ ഇന്ന് പകൽ കൂടെ നമുക്കൊരവസരം തന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ ദൈവത്തിൽ ഏകാഗ്രതമാക്കിക്കൊണ്ട് ദൈവം നടത്തിയ വിധങ്ങളെ ഒന്നുകൂടെ പാടുവാൻ, ഒന്നുകൂടെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗം സഹായിക്കേണ്ടതിനായി ഏൽപ്പിക്കാം. സ്തോത്രം. ഒരുമിച്ച് നമുക്ക് കർത്താവിനെ പാടി ആരാധിക്കാം. സ്തോത്രം. എഴുന്നള്ളുന്നേശുവേ രാജാവായി കർത്താവായി ഭരണം ചെയ്തിടും ഞാൻ. ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതനാക്കാൻ സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ. എഴുന്നള്ളുന്നേശുവേ രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ. ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയൻ. ഹല്ലേലൂയ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ലോകങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. ലോകങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാക്കുന്ന ദൈവരാജ്യം. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്ന് നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്ന് നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്ന് നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്ന് നീയല്ലോ. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, നിലാപം ദുഃഖമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം പൊരുതും നശിഹാരാജൻ നമുക്കായി. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, നിലാപം ദുഃഖമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം പൊരുതും നശിഹാരാജൻ നമുക്കായി. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്ന് നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്ന് നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്ന് നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്ന് നീയല്ലോ. പാവങ്ങൾ ഒഴിയും, ഭയങ്ങൾ മാറും, പുതിയൊരു ലോകം തുറന്നിടുമേ. കണ്ടിടും ഞാനാഭൂമി, നിശ്ചയം ഞാനത് വാണിടുമേ. പാപങ്ങൾ ഒഴിയും, ഭയങ്ങൾ മാറും, പുതിയൊരു ലോകം തുറന്നിടുമേ. കണ്ടിടും ഞാനാഭൂമി, നിശ്ചയം ഞാനത് വാണിടുമേ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്ന് നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്ന് നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്ന് നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്ന് നീയല്ലോ. എഴുന്നള്ളുന്നേശുവേ രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ. ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ. എഴുന്നള്ളുന്നേശുവേ രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ.
ശക്തിയെ തകർത്തിടുവാൻ യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്ന് നീയല്ലോ രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്ന് നീയല്ലോ യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്ന് നീയല്ലോ രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്ന് നീയല്ലോ യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്ന് നീയല്ലോ രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്ന് നീയല്ലോ യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്ന് നീയല്ലോ രാജാവേ വന്നു രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്ന് നീയല്ലോ യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്ന് നീയല്ലോ രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്ന് നീയല്ലോ യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്ന് നീയല്ലോ രാജാവേ വന്നു വാഴണമേ. യേശുവേ എഴുന്നള്ളണമെന്ന് പ്രാർത്ഥന പാടിയാൽ മാത്രം പോരാ, അവിശ്വാസത്തോടെ പറയാൻ സാധിക്കണം. കർത്താവേ, നിന്റെ വരവിനായി ഞാൻ കാത്തിരിക്കുന്നു, നിന്റെ വരവിനായി ഞാൻ കാത്തിരിക്കുന്നു. കർത്താവേ, നീ വരുന്ന ആ നിമിഷത്തിൽ ഞാൻ നിന്റെ കൂടെ ചേരുവാൻ ആഗ്രഹിക്കുന്നു എന്ന പ്രാർത്ഥന നമ്മളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഹല്ലേലൂയ. അങ്ങേ പോലെ വേറെ ആരുമില്ല, അങ്ങേ പോലെ വേറെ ഒന്നുമില്ല. ഹല്ലേലൂയ. तुझ समान कोई और नहीं है, तेरे समान और कोई व्यक्ति नहीं है, तेरे समान और कोई है नहीं जो इस दुनिया को बदल सकता है. हालेलुया. जिसने अपने खून को हमारे लिए बहाया है, तुझ समान और कोई नहीं है. हालेलुया. एक और गीत गाकर उसकी महिमा करेंगे और उसके नाम की स्तुति करेंगे. हालेलुया. तुमसा कोई नहीं, तुमसा कहीं नहीं. अब है पूरा यकीन, तुमसा कोई नहीं, तुमसा कोई नहीं, तुमसा कहीं नहीं. अब है यकीन, तुमसा कोई नहीं. यीशु
कहीं नहीं, अब है पूरा यकीन, तुम सा कोई नहीं, तुम सा कोई नहीं, तुम सा कहीं नहीं, अब है पूरा यकीन, तुम सा कोई नहीं। अंधेरों में तू रोशनी है, तू ही मंजिल, तू आसमां भी है, तू है जहां में कुछ नहीं है, तेरा ही नाम जिंदगी है। अंधेरों में तू रोशनी है, तू ही मंजिल, तू रास्ता भी है, तू है कहाँ तुझे भी है, तेरा ही नाम जिंदगी है। हालेलुया, 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 अब है पूरा यकीन, तुम सा कोई नहीं, तुम सा कोई नहीं। Jesus, we praise you, Lord. Thank you, Master. We give you glory, Lord. We give you glory, Lord. We give you all the honor, Lord. Shabanath Haregane. Praise the Lord. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സാന്നിധ്യം മതിയപ്പാ. Hallelujah. We bring your presence, Lord. We kabalabalabasharaganathiri. Ribano tharaga ragadana shambanadaradalam. Ribolo rekhedina tiraba ragadam sharadare. Rikhora bala 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 basharagadana. Oradana tharagaragam shanadara. Ora bala 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 ba. Aradhana അങ്ങേക്ക് ആരാധന എൻ യേശുവേ അങ്ങേക്ക് ആരാധന ആരാധന അങ്ങേക്ക് ആരാധന വാ തുറന്ന് ഓ രാജാതിരാജാവും കർത്താതി കർത്താവുമായവനെ ആരാധന ഓ ആരാധന അങ്ങേക്ക് ആരാധന എൻ യേശുവേ അങ്ങേക്ക് ആരാധന ആമേൻ ആരാധന അങ്ങേക്ക് ആരാധന എൻ യേശുവേ അങ്ങേക്ക് ആരാധന പരിശുദ്ധ പിതാവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നപ്പാ ഓ ഈ നല്ലൊരു പകൽ സമയം ഞങ്ങൾക്ക് തന്നതിനാൽ സ്തോത്രമപ്പാ എല്ലാ നാമത്തിനും മേലായ നാമമുള്ളവൻ അങ്ങേ പോലെ വേറെ ആരുമില്ലല്ലോപ്പാ അങ്ങയുടെ നാമത്തിന് തൊത്ത മഹത്വം
അങ്ങ് നാമ തക്ക മഹത്വം തരുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ഞങ്ങൾക്ക് ആരാധിക്കുവാൻ ഞങ്ങളുടെ നാമത്തെ ഉയർത്തുവാൻ തന്ന കൃപയ്ക്കായ സ്തോത്രം. അപ്പാ, ഇനിയും അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങൾ നയിക്കുമാറാകണം. എല്ലാ ശുശ്രൂഷയിൽ തിരുസാന്നിധ്യം കൂടി ഇരിക്കുമാറാകണമേ. ഞങ്ങളുടെ പാട്ട്, ഞങ്ങളുടെ പ്രാർത്ഥന, ഞങ്ങളുടെ സാക്ഷ്യങ്ങൾ, ഞങ്ങളുടെ വചന പ്രബോധനങ്ങളെല്ലാം ദൈവനാമമോഹത്തിനായി തിരുവാൻ സഹായിക്കണമേ. അല്പസമയം കൂടെ തിരുമുമ്പാകെ ഞങ്ങളായിരിക്കുമ്പോൾ തിരുസാന്നിധ്യ ബോധത്തിലായിരിക്കുവാൻ സഹായിക്കും. പ്രാർത്ഥന സ്തോത്രം യേശുവിൻ നാമത്തിനെ. ആമേൻ. എല്ലാ പ്രിയമുള്ള ദിവസത്തിലിരിക്കുക. ജീസസ്. Praise the Lord. Praise the Lord. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതവും വിലപ്പെട്ടതുമായ വിശുദ്ധ പ്രഭാതത്തിൽ നമ്മളെ രക്ഷിച്ച നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവ് ചെയ്ത ഉപകാരങ്ങൾക്ക് തക്കവണ്ണം നന്ദി കരേറ്റുവാനായി ഒരു പകൽ കൂടെ കർത്താവ് നമുക്ക് ദാനം ചെയ്തതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ ഇന്ന് പകൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തിനുമായി സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ വിശ്വസ്തത നമുക്ക് പരിചയം പലകയുമായിരുന്നു. എണ്ണത്തിലൊന്നു പോലും കുറയാതെ യാതൊരുവിധ ആപത്തുകൾക്കോ അനർത്ഥങ്ങൾക്കോ നമ്മെ വിട്ടുകൊടുക്കാതെ ഒരു കോഴി കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുന്നത് പോലെ നമ്മെ പരിപാലിച്ച ദൈവത്തിന് ഇന്ന് പ്രഭാതത്തിൽ സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. നമ്മുടെ വായിച്ചത് 62 സങ്കീർത്തനമാണ്. നമുക്കെല്ലാം വളരെ സുപരിചിതമായ ഒരു സങ്കീർത്തനമാണ്. സ്തോത്രം. ദാവീദ് അബ്ശാലോമിന് മുൻപിൽ നിന്ന് ഓടിപ്പോയ സമയത്ത് രചിച്ച 61 സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം തന്നെയാണ് 62 സങ്കീർത്തനമെന്ന് ഇവിടെ ഓർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 1 വാക്യം നമുക്ക് വായിക്കാം. എന്റെ രക്ഷ അവങ്കിൽ നിന്ന് വരുന്നു. സ്തോത്രം. ഇവിടെ വായിക്കുകയാണ്, എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. സ്തോത്രം. മൗനമായി പോകും ഓട്ടോമാറ്റിക്കലി, അല്ലേ? കാരണം എന്താ? ദാവീദിന് എതിരെ നിൽക്കുന്നത് ആരാണ്? അബ്ശാലോം. അബ്ശാലോം ആരാ? ദാവീദിനോടുള്ള ബന്ധത്തിൽ മകനാണ്. സ്വന്തം മകൻ എതിരായി നിൽക്കുമ്പോൾ സ്തോത്രം. നമുക്കറിയാം, പലപ്പോഴും നമ്മളൊക്കെ സൈലന്റ് ആയി പോകുന്നത് അവിടെയാണ്. നാം സ്നേഹിച്ച് നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞ് ജീവൻ കൊടുത്തു വളർത്തിക്കൊണ്ട് വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്കെതിരെ നിൽക്കുമ്പോൾ നമുക്കൊക്കെ ഒരുപക്ഷെ എന്നോട് ഒരു ഫാമിലി വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ പ്രത്യേകം പ്രാർത്ഥിക്കണേ, എന്ത് പറഞ്ഞാലും വീട്ടിൽ എന്ത് സംസാരിച്ചാലും കുഞ്ഞുങ്ങളെ ബാക്ക് ആൻസർ തന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾക്ക് ആ സഹോദരിക്ക് മാത്രമുള്ള ആ ഒരു പ്രശ്നമൊന്നും ഇല്ല, നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മളാരും പറഞ്ഞില്ലെന്നേ ഉള്ളൂ, അല്ലേ? ചിലപ്പോഴൊക്കെ മറുപടി കേട്ട് കഴിഞ്ഞാൽ ഇതെവിടുന്ന് പഠിച്ചിട്ട് വന്നെന്ന് ചിന്തിച്ചു പോകും. പക്ഷെ ഇത് ബാക്ക് ആൻസർ അല്ല. പിന്നെ തനിക്ക് പറ്റിയ ഒരു കൂട്ടത്തെ താൻ വശീകരിച്ചെടുത്തിട്ട് ദാവീദിനെതിരെ നിൽക്കുകയാണ്. ഓ, നിങ്ങളുടെ വിഷയം എൻ്റെ കയ്യിലെങ്ങാനും കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് നീതി ഉറപ്പായിരുന്നു എന്ന് പറഞ്ഞ് ഓരോരുത്തരെയും വശീകരിക്കുവാൻ തുടങ്ങി. ഈ സമയത്ത് ഒരു ഭക്തൻ ചെയ്യുന്ന കാര്യമാണ് ദാവീദ് ചെയ്തത്. എന്ത് ചെയ്തു? ഞാൻ ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. സ്തോത്രം. ഞാൻ പൊട്ടനായിട്ടല്ല. അബ്ശാലോമിനറിയാം അവന്റെ അപ്പന്റെ കഴിവുകൾ എന്തൊക്കെയാണെന്ന്. ഒരിക്കൽ സൗൽ രാജാവ് വിളിച്ചു ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ അപ്പന്റെ ആടുകളുമായി വനാന്തരത്തിൽ അലയുമ്പോൾ ഒരിക്കൽ ഒരു കരടിയും ഒരിക്കൽ ഒരു സിംഹവും വന്നു. ഞാൻ എന്ത് ചെയ്തു? അവയെ പിടിച്ച് കീറിക്കളഞ്ഞു. ഇന്നൊക്കെ എങ്ങനെയാണ് ദാവീദ് അത് പറയുന്നതെങ്കിൽ നമ്മൾ പോലും വിശ്വസിക്കത്തില്ല. ചുമ്മാ പൂള് പഠിക്കാതെ പോകാൻ പറയും, അല്ലേ? ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു, ദാവീദിന്റെ കഴിവ് കൊണ്ടല്ല അത് ചെയ്തത്. ദാവീദിന്റെ കരങ്ങൾ കൊണ്ട് കർത്താവ് ചെയ്തതാ. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താ? അവനൊരു ഭക്തനാണ്. അവന് ദൈവത്തിന് ആവശ്യമുണ്ട്. അവനെ നിലനിർത്തിയേ മതിയാകത്തുള്ളൂ എന്നതുപോലെ ഇന്ന് പകൽ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എന്നെയും നിങ്ങളെയും നമ്മുടെ ദൈവത്തിന് ആവശ്യമുണ്ട്. അതുകൊണ്ടല്ലേ ഇത്രയും പ്രശ്നത്തിന് നടുവിലെല്ലാം ഇന്നലത്തെ വാർത്ത നാം കേട്ടു.
ഇവിടെ ഒരു ബേസ്മെൻറ്റിൽ വെള്ളം കയറി 3 കുഞ്ഞുങ്ങൾ മരിച്ചു. അത് കേട്ടപ്പോൾ ദൈവമേ, കാരണം എന്താ, ഈ ദിവസങ്ങളെല്ലാം ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കും. ഇങ്ങോട്ടെങ്കിലും കയറി വന്നാൽ ഇറങ്ങിപ്പോകാൻ പോലും വഴിയില്ല നമുക്ക്. അതുകൊണ്ടല്ല മഴ വരുമ്പോൾ ഒരു ടെൻഷനാണ്. ഉടനെ 3 മണിക്ക് 1:30 മണിക്ക് ഞാൻ കടന്നിട്ട് 3 മണിക്ക് വന്ന് നോക്കി, വെള്ളം നല്ല ഫ്ലോയിൽ തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുക. സ്തോത്രം. നമുക്കറിയാം ഈ ദിവസങ്ങളൊക്കെ നടക്കുന്ന മഴ. കഴിഞ്ഞ ദിവസത്തെ മഴ മയൂർവാറി പെയ്തില്ല, ഇവിടെ ഭയങ്കര മഴയായിരുന്നു. ഇന്നലത്തെ മഴ ചത്രപ്പൂര് പെയ്തില്ല. സോണു ബ്രദർ പറഞ്ഞ ആരാംശം വരാമല്ലോ എന്ന് എഴുതിക്കൊണ്ട് വന്നപ്പോഴാണ് പെട്ട് കിടക്കുന്നതെന്ന്. പക്ഷെ ഈ മഴയെല്ലാം ഗ്രീൻ പാർക്കിൽ പെയ്യുന്നുണ്ട്. ഇവിടുത്തെ പച്ചപ്പ് പോരാഞ്ഞിട്ട് കുറച്ചുകൂടെ നമുക്ക് തന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. പറഞ്ഞതിൻ്റെ സാരം, ദൈവം സൂക്ഷിക്കുന്നില്ല എങ്കിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ദൈവം നമ്മെ കരുതുന്നില്ല എങ്കിൽ നമുക്ക് നമ്മെ കരുതുവാൻ കഴിയത്തില്ല. ദാവീദിന്റെ മേൽ ചാടി വന്ന സിംഹവും ആടുകളെ തിന്നുവാൻ വന്ന കരടിയും ദാവീദ് പിടിച്ച് കീറിക്കളഞ്ഞതാ. ഇത് വ്യക്തമായി അബ്ശാലോമിന് അറിവുണ്ട്. എങ്കിൽ പോലും സ്വന്തം മകനെ നിലക്ക് നിർത്തുവാൻ അറിയില്ലഞ്ഞിട്ടല്ല, അവനോട് പറയുകയാണ്, എന്റെ ദൈവമേ. അല്ലേ? ആ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അവൻ പറയുകയാണ്, ഞാൻ എന്ത് ചെയ്യുന്നു? ദൈവത്തെ നോക്കി മൗനമായിരിക്കുക. ഇത് നാം പഠിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവമക്കളായ നാം എല്ലാവരും എന്ത് ചെയ്യണം? ഹലോ, എന്ത് ചെയ്യണം? നാം മൗനമായിരിക്കാൻ പഠിക്കണം. ചില സ്ഥലങ്ങളിൽ, ചില സമയത്തൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് പറയണമെന്നുള്ള ചിന്ത ഉണ്ടാകും. അറിവില്ലല്ലോ, നാം അതങ്ങ് പറഞ്ഞു കളയും. നാട്ടിലൊരു പഴഞ്ചൊല്ല് പറയാറുണ്ട്, മൗനം വിദ്വാന് ഭൂഷണമാണ്. മറുപടി ഉണ്ടെങ്കിലും നാം എന്ത് ചെയ്യരുത്? പറയരുത്. ചിലർ കയറി പറയുന്നത് എന്താണെന്ന് അവർക്കും അറിയത്തില്ല. ചില സമയത്തൊക്കെ നമ്മൾ ചില സ്ഥലങ്ങളിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് പറയണം, ഞാൻ എന്തൊക്കെയാണ് എന്നുള്ളത് വെളിപ്പെടുത്തുവാൻ വേണ്ടി പറയുന്ന ചില മറുപടികൾ, അത് നമുക്ക് ഒരുപാട് ദോഷം ചെയ്യാറുണ്ട്. നമ്മളെ വിലയിരുത്തുമ്പോൾ പോലും നാം നമ്മുടെ അപ്രതീക്ഷിക്കുന്ന ഡിഗ്രിയിൽ നിന്ന് താഴത്തേക്ക് വരികയാണ്. അയ്യോ, ഇത് ഇങ്ങനൊരു മനുഷ്യനായിരുന്നോ? ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളെ, ഹല്ലേലൂയ, പരിജ്ഞാനം ഉള്ളവൻ തൻ്റെ വാക്കുകൾ അടക്കി വയ്ക്കും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വാക്യം വായിക്കുന്നത്, എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. കാരണം എന്താ? എൻ്റെ രക്ഷ അവങ്കൽ നിന്ന് വരുന്നു. ദൈവത്തിന് സ്തോത്രം. ആ ഉറപ്പാ. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് കിട്ടിയില്ലേലും, നിങ്ങൾ ആരും എൻ്റെ കൂടെ നിന്നില്ലേലും, കാരണം എന്താ? അവിടെ ഒരു വലിയ അവൻ കാര്യം പറയുന്നുണ്ട്. സ്തോത്രം. 3-ാമത്തെ വാക്യത്തിൽ അത് കാണുവാൻ കഴിയുന്നുണ്ട്. 3-ാം വാക്യം വായിച്ചാട്ടെ. നിങ്ങൾ എല്ലാവരും ചാഞ്ഞ മതിലും ആടുന്ന വേലിയും പോലെ ഒരു മനുഷ്യനെ കൊല്ലേണ്ടതിന് എത്രത്തോളം അവനെ ആക്രമിക്കും. ഇവരെല്ലാവരും എന്ത് ചെയ്തു? ഒരു മനുഷ്യനെ കൊല്ലേണ്ടതിന് അവന്റെ പുറകെ നടക്കുക. അപ്പോഴും ദാവീദ് എന്ത് ചെയ്യുകയാണ്? ദൈവത്തെ നോക്കി മൗനമായിരിക്കുക. എൻ്റെ രക്ഷ അവങ്കൽ നിന്ന് വരും. സ്തോത്രം. വായിച്ചാട്ടെ. ഹല്ലേലൂയ. 37-ാം സങ്കീർത്തനത്തിന്റെ 7-ാം വാക്യം. യഹോവയുടെ മുമ്പാകെ മിണ്ടാതെ ഇരുന്ന് അവനായി പ്രത്യാശിക്ക. കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപായം പ്രയോഗിക്കുന്നവനെയും കുറിച്ച് നീ മുഷിയരുത്. മതി. യഹോവയുടെ മുമ്പാകെ മിണ്ടാതെ ഇരുന്ന് അവനായി പ്രത്യാശിക്ക. ദൈവമക്കളെ, പ്രതികരിക്കുവാൻ നാം തുടങ്ങിയാൽ പിന്നെ നാം പ്രതികരിച്ചു കൊണ്ടേയിരിക്കണം. ഇടയ്ക്ക് നിർത്താൻ പറ്റത്തില്ല. മാനുഷിക പ്രകൃതം ചിലരുടെ എല്ലാം അങ്ങനെയാ. നമ്മൾ എന്നിട്ട് പറയും, നനഞ്ഞിറങ്ങി, ഇനി എന്ത് ചെയ്യാം? കുളിച്ച് കയറാം. തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് പല പ്രാവശ്യം എന്ത് ചെയ്യണം? അതെ, ചിന്തകൻ പറയുന്നത്, ചാടുന്നതിന് മുൻപ് 9 വട്ടം ചിന്തിക്കണം. സ്തോത്രം. ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ പ്രശ്നം പറഞ്ഞല്ലോ. സിമ്പിൾ, ഒറ്റ കാര്യമുള്ളൂ. ഒരു നോട്ടീസ് അയച്ചാൽ മതി. കാരണം ഞങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത സ്ഥലത്തിനകത്ത് കൊണ്ടുപോയി എൻ്റെ അമ്മായിപ്പൻ്റെ അനിയൻ കൊണ്ടുവന്ന് വീട് വെച്ചേക്കുമോ. അദ്ദേഹം എന്നിട്ട് വെറുവിൽ പറഞ്ഞു, മുമ്പോട്ടുള്ള സ്ഥലം നിങ്ങളെടുത്തോ, ഈ സ്ഥലം ഞാനെടുത്തോളാം. സംഭവം ശരിയാ. 10 സെൻറ്റിനകത്ത് 5 വീടാണ്. 10 സെൻറ്റിനകത്ത് 2 വീടാണ്. അത് ഒന്ന് ജോഷ്മിയുടെ വീടും ഒന്ന് ഈ അപ്പൻ്റെ അനിയൻ്റെ വീടും. അപ്പോൾ
അപ്പം മുൻപിലിരുന്ന് വീട് പൊളിച്ചിട്ടോ ഞങ്ങളുടെ വീട് മറഞ്ഞു പോകണ്ടല്ലോ എന്ന് കരുതി ഞങ്ങൾക്ക് ഗുണം ചെയ്തത് സൈഡിൽ കൊണ്ടുവന്ന് വീട് വെച്ചു. ഇപ്പോൾ സർക്കാർ നിയമം മാറ്റിയപ്പോൾ, അല്ലെങ്കിൽ തന്നെ പ്രമാണമില്ലാത്തൊരു സ്ഥലമായി അത് മാറി. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ചെയ്തെടുക്കാനായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി അതിനകത്ത് ദുർബുദ്ധി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഞാൻ അതിനകത്ത് ഇടപെടാത്തതിൻ്റെ കാര്യം സംസാരിച്ച് എനിക്ക് ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലും വന്നു പോയാൽ എനിക്കൊരു നോട്ടീസ് അയച്ചാൽ മതി. എൻ്റെ പേരിൽ അല്ലെങ്കിൽ എൻ്റെ വൈഫിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വീട് വെച്ചു, എനിക്കതിന് കോമ്പൻസേഷൻ തരണം, അല്ലെങ്കിൽ ഇത് വീട് പൊളിച്ചു തരണം. ഇപ്പം ഞാൻ ഇതിന് രണ്ടിന് ഏതെങ്കിലും ഒന്ന് തുനിഞ്ഞിറങ്ങിയാൽ പിന്നെ എന്ത് ചെയ്യണം? എനിക്ക് തോക്കാൻ പറ്റും? എൻ്റെ ഈഗോ സമ്മതിക്കോ? എൻ്റെ ഈഗോ സമ്മതിക്കോ എനിക്ക് തോറ്റു പിന്മാറാൻ? പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പോകാവുന്നതിൻ്റെ പരമാവധി പോകും. പക്ഷെ അതുകൊണ്ടാണ് അങ്ങോട്ട് തന്നെ പോകാതിരിക്കുന്നത്. പോയാൽ സംസാരിച്ചു പോകും. ഞാൻ അവളെ കൊണ്ട് വീട്ടിലാക്കിയിട്ട് പറഞ്ഞു, നീ എന്താണെന്ന് വെച്ചാൽ സംസാരിച്ചിട്ട് പോര്, അച്ഛ കൈക്കരിക്കുന്നു ഞാൻ നോക്കാം, അച്ഛ കൈക്ക് ഞാൻ നോക്കാം. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞതിൻ്റെ സാരം മൗനമായിരിക്കുന്നതാണിപ്പോൾ നല്ലതോ? സ്തോത്രം. എൻ്റെ ദൈവത്തിൽ പ്രത്യാശ വെക്കുക. കാരണം ഞാൻ അവളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അനാവശ്യമായത്, ദൈവഹിതമല്ലാത്ത ഒരു രൂപ പോലും, സിംഗിൾ മണി പോലും എൻ്റെ കൈവശം വന്നിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എനിക്ക് 100% ഉറപ്പാ ഇതെൻ്റെ കൈവശം തന്നെ വരുമെന്നുള്ളത്. സ്തോത്രം. എന്താ വചനം നമ്മോട് പറയുന്നത്? യഹോവയുടെ മുൻപാകെ മിണ്ടാതെ ഇരുന്ന് അവനായി പ്രത്യാശിക്കുക. സ്തോത്രം. എന്റെ ദൈവം എനിക്ക് നീതി നടപ്പാക്കി തരുമെന്ന് ദാവീദ് പറയുന്ന 62-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ എന്റെ രക്ഷ അവങ്കൽ നിന്ന് വരുന്നു. എന്റെ രക്ഷ അവങ്കൽ നിന്ന് വരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമുക്ക് ലഭിക്കേണ്ടുന്ന നീതി, നമുക്ക് ലഭിക്കേണ്ടുന്ന നന്മ, നമുക്ക് ലഭിക്കേണ്ടുന്ന ഉയർച്ച അവർക്ക് തടഞ്ഞു വെക്കുവാൻ കഴിയും. പക്ഷെ എക്കാലവും തടഞ്ഞു വെക്കുവാൻ കഴിയത്തില്ല. ഒരു സമയം കഴിയുമ്പോൾ അത് നിന്റെ കൈവശം വന്ന് ചേരുക തന്നെ ചെയ്യും. ആമേൻ, ആമേൻ. അതതിൻ്റെ നന്മയോടുകൂടെ, അതിൻ്റെ ഉയർച്ചയോടുകൂടെ നിന്റെ കരങ്ങളിൽ അത് വന്ന് ചേരും. ദൈവത്തിന് സ്തോത്രം. നീ ഇപ്പോൾ ചെയ്യേണ്ടതോ ദൈവസന്നിധിയിൽ മിണ്ടാതിരിക്കുക. ആമേൻ, ആമേൻ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവിന് അധികാരമില്ലാഞ്ഞിട്ടാണോ? പ്രവാചകന്റെ ഭാഷയിൽ വിളിച്ചു പറയുന്നു, അവൻ രോമം കത്രിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ. ആരാ? അഖിലാണ്ടത്തിന്റെ അധിപതിയായ, സർവചരാചരത്തിന്റെയും സൃഷ്ടാവായ, ഹല്ലേലൂയ, അതിന്റെ ഉടമസ്ഥൻ ഇവിടെ മിണ്ടാതിരിക്കുകയാ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, മിണ്ടാതിരിക്കേണ്ടുന്ന സ്ഥാനത്തോ നാം മിണ്ടാതിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. സങ്കീർത്തനം 33-ന്റെ 20-ാം വാക്യം. നമ്മുടെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, അവൻ നമ്മുടെ സഹായവും പരിചയമാകുന്നു. സ്തോത്രം. എന്താ വാക്യം വായിച്ചത്? നമ്മുടെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, നമ്മുടെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, അവൻ നമ്മുടെ സഹായവും പരിചയമാകുന്നു. ദാവീദിന്റെ ഒരു പ്രത്യേക സ്വഭാവമായിരുന്നത്. നമുക്കും പകർത്താൻ കൊള്ളാകുന്ന സ്വഭാവമാണ്. എന്താ? മിണ്ടാതിരിക്കുക എന്നുള്ളത്. ദൈവത്തിന്റെ പ്രവൃത്തിക്കായി കാത്തിരിക്കുക. നമ്മുടെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, സഹായവും പരിചയമാകുന്നു. ഈ പരിചയം എന്തിനുള്ളതാ? തടയാനുള്ളതാണ്. നമുക്കെതിരെ വരുന്ന ശത്രുവിന്റെ പ്രയോഗങ്ങളെ തടയുവാനാ നമ്മുടെ ദൈവം നമ്മെ സഹായിക്കുകയും ചെയ്യും. ഒപ്പം ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ദാവീദ് ആ എറിഞ്ഞ കല്ല്, അല്ലേ, ഗോലിയാത്തിന് നേരെ പ്രയോഗിച്ച ആ ഒരു കല്ലുണ്ടല്ലോ, ശരിയാ, അത് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് ഗോലിയാത്ത് എങ്ങനെ വന്നത്? സകല എന്താ പറയുക, തൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടുന്നതായ സകല ക്രമീകരണങ്ങളും ചെയ്തിട്ട് അവൻ വന്നത്. തലയിലെ ശിരസ്ത്രവും, പിന്നെ അവന് മുൻപിൽ നടക്കുവാൻ പരിചക്കാരെ നിയമിച്ചു.
നമ്മൾ പറയുന്നത് പോലത്തെ ഒരു പരിചയം പിടിച്ചിട്ടുണ്ടല്ല ഗോലിയാത്ത് വന്നത്. ഗോലിയാത്തിന്റെ കയ്യിൽ വാളുമുണ്ട്, കുന്തവുമുണ്ട്. ഇവനിങ്ങനെ രണ്ട് കയ്യിൽ വാളും കുന്തവുമായിട്ട് വരും. അവന്റെ മുമ്പേ നടക്കുകയാണ് പരിചയം പിടിക്കുന്നവർ, ഇവനെ ഒന്നും സംഭവിക്കാതിരിക്കാൻ. ദാവീദ് നോക്കിയപ്പോൾ ഒരല്പ സ്ഥലം മാത്രമേ അവനെ ഉപദ്രവിക്കുവാനായിട്ടുള്ളൂ. എവിടെയാ? ഈ ഭാഗം മാത്രം. കാരണം ഈ നെറ്റിപ്പട്ട ഇങ്ങനെ വന്ന് കണ്ണ് തുറന്നു വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നൊരു ഭാഗമാണ്. അപ്പൊ ഈ ഒരു ഭാഗം മാത്രമേ കാലിയായിട്ട് കണ്ടുള്ളൂ. സ്തോത്രം. ദാവീദിന്റെ കല്ല് കർത്താവ് ലക്ഷ്യം തെറ്റിക്കാതെ ആ സ്ഥലത്ത് തന്നെ പതിപ്പിച്ചു. ഒരു കാര്യം നമ്മൾ ഓർപ്പിക്കുന്നതോ, നിന്റെ ഏകാഗ്രതയോടുകൂടിയുള്ള പ്രാർത്ഥന, ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രാർത്ഥനയുണ്ടല്ലോ, അത് ഫലിക്കുമെന്ന് ഇന്ന് പകൽ മറന്നു പോകരുത്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് സമയം, ഹല്ലേലൂയ, ജീവിതത്തിലെ ബിസി സ്കെഡ്യൂളിലും നീ സമയങ്ങൾ അല്പം വേർതിരിച്ചിരുന്ന്, നാഥാ ഇന്ന വിഷയത്തിന്മേൽ എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞ്, എൻ്റെ വിഷയത്തിന്മേൽ ഒന്ന് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ് നീ ഒഴുക്കുന്ന കണ്ണുനീരുണ്ടല്ലോ, അത് വൃഥാവായി പോകത്തില്ല. അത് എത്തേണ്ട സ്ഥാനത്തോ എത്തേണ്ട സമയത്ത് എത്തിക്കുന്ന ഒരു കർത്താവിനെയാണ് ഞാൻ നിങ്ങൾ സേവിക്കുന്നത്. സ്തോത്രം. Praise the Lord. ഞാൻ എൻ്റെ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക. നമുക്കതിന്റെ 4-ാമത്തെ വാക്യം വായിക്കാം. അവന്റെ പദവിയിൽ നിന്ന് അവനെ തള്ളിയിടുവാനത്രേ അവൻ നിരൂപിക്കുന്നത്. അവർ ഭോഷ്കിൽ ഇഷ്ടപ്പെടുന്നു, വായ് കൊണ്ട് അവർ അനുഗ്രഹിക്കുന്നു, എങ്കിലും ഉള്ളം കൊണ്ട് അവർ ശപിക്കുന്നു. സ്തോത്രം. അവന്റെ പദവിയിൽ നിന്ന് അവനെ തള്ളിയിടുവാൻ, അല്ലേ? അപ്പോൾ ദാവീദിന്റെ പദവി എന്തുവാ? ദാവീദിന്റെ പദവി എന്തുവാ? അവൻ രാജാവാ. ദാവീദാണോ വലുത്, നമ്മളാണോ വലുത്? സാധാരണ ഇവിടെ ഇരിക്കുന്ന നമ്മളാണോ വലിയവർ, അതോ ദാവീദാണോ വലിയവർ? എനിക്കറിയാം നിങ്ങൾ ഉത്തരം പറയത്തില്ല എന്ന്. ദാവീദ് ആര് മാത്രമാണ്? രാജാവ് മാത്രമാണ്. പുതിയ നിയമ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു ദൈവ പൈതലിനോ എന്താണ് ഡ്യുവൽ പ്രിവിലേജായി ലഭിച്ചിരിക്കുന്നത്? എന്താ പത്രോസ് പറയുന്നത്? നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട രാജാക്കന്മാരാണ്, അപ്പോൾ തന്നെ പുരോഹിതന്മാരുമാണ്. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ അതിന്റെ ആ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ അതിന്റെ ഇംഗ്ലീഷ് വാക്ക് തന്നെ ഉപയോഗിക്കണം. യു ആർ എ റോയൽ പ്രീസ്റ്റ്ഹുഡ്. റോയൽ പ്രീസ്റ്റ്ഹുഡ് ആണ് നാം. ദാവീദ് ദൈവത്തോട് പറ്റിയിരിക്കുന്ന പോലെ പറ്റിയിരിക്കാത്തത് കൊണ്ടാണ് നാം ദൈവത്തെ പറ്റിച്ച് നടക്കൂലേ? ഞായറാഴ്ച വിശുദ്ധന്മാരായി, ഞായറാഴ്ച ദൈവ മക്കളായൊക്കെ ജീവിക്കുന്നത് കൊണ്ടാ. സ്തോത്രം. അല്ല, പറ്റിയിരിക്കാമെങ്കിൽ നാം ഉയർത്തുന്ന ഒരു സ്വർഗമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ വചനം വായിക്കുന്നത് ഹല്ലേലൂയ, അവന്റെ പദവിയിൽ നിന്ന് അവനെ തള്ളിയിടേണ്ടതിനത്രേ അവർ നിരൂപിക്കുന്നത്. അതുകൊണ്ട് അവൻ ദൈവത്തിൽ ആശ്രയിച്ച് മൗനമായിരിക്കുന്നത്. എന്നെ പദവിയിലാക്കി വെച്ചത് എൻ്റെ ദൈവമാണെങ്കിൽ, അല്ലേ? ദൈവം അല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം എന്താ? ഇശായിയുടെ ഭവനത്തിലേക്ക് ശമൂവേൽ തൈലക്കൊമ്പും എടുത്ത്, ഹല്ലേലൂയ, തൈലം നിറച്ച ബാത്റൂം എടുത്ത് അവന്റെ ഭവനത്തിൽ വന്നു. ഹല്ലേലൂയ, തടിമിടുക്കുള്ള, കണ്ടാൽ സൗന്ദര്യമുള്ള, പല ഗുണങ്ങളുള്ള അനേകരെ, അല്ലെങ്കിൽ അവന്റെ മറ്റു മക്കളെ എല്ലാം നിർത്തി നോക്കി. സ്തോത്രം. ഇവരാരുമല്ല എന്ന് ആര് ശമൂവേലിനോട് പറഞ്ഞു? ദൈവം പറഞ്ഞു. ഉടനെ ചോദിച്ചു, ഇത്രേ ഉള്ളൂ നിന്റെ മക്കൾ? ഇപ്പഴാ പറഞ്ഞു, ഒരുത്തനുണ്ട്, അവനങ്ങ് കാട്ടിലെ ആടുകളെ മേയ്ക്കാൻ വേണ്ടി പോയേക്കുക. ശമൂവേൽ പറഞ്ഞു, അവൻ വന്നിട്ടല്ലാതെ നീ ഒരുക്കിയിരിക്കുന്ന ഈ വിഭവസമൃദ്ധമായ ആഹാരത്തിന്റെ മുമ്പിൽ ഞാൻ ഇരിക്കത്തില്ല എന്ന് പറഞ്ഞു. സ്തോത്രം. ഉടനെ ആളെ അയച്ച് അവനെ വരുത്തി. അപ്പോൾ ഈ പയ്യൻ അവിടെ കണ്ടുണ്ടായിരുന്നു, അടുത്ത സ്ഥലത്ത് കണ്ടുണ്ടായിരുന്നു, ഡിയർ പാർക്കിൻ്റെ അവിടെ കണ്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ അറിഞ്ഞില്ല ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി അപ്പന്മാര് ചെയ്യുന്നത്. സ്തോത്രം. ഈ ചേട്ടന്മാർ മിണ്ടിയില്ല. ഇനി അവൻ ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ, ഞങ്ങളെല്ലാം ഉണ്ടല്ലോ എന്ന് എഴുതിയിരുന്നു. പക്ഷെ കർത്താവ് വിട്ടില്ല. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ഹല്ലേലൂയ, ശമൂവേലിനോട് പറയിപ്പിച്ചു, അവൻ വന്നിട്ടില്ലാതെ നീ പന്തി ഭോജനത്തിന് ഇരിക്കരുതോ. അവൻ വരുന്നത് കണ്ടപ്പോൾ പറഞ്ഞു, ഇവൻ തന്നെ ഞാൻ തിരയുന്നവൻ.
സഹോദരങ്ങൾ ഒളിപ്പിച്ചു വെക്കും, നമ്മളെ പ്രിയപ്പെട്ടവർ തള്ളിക്കളയും. പക്ഷേ നിന്നെ സ്നേഹിക്കുന്ന അവസാനത്തുള്ളി രക്തം വരെ തന്ന കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ട്. സ്തോത്രം. നിനക്ക് ലഭിക്കേണ്ടുന്ന പദവി ഉണ്ടല്ലോ. ഹല്ലേലൂയ. എല്ലാവരും മാറ്റും. എല്ലാവരും നിന്റെ വിദ്യാഭ്യാസ യോഗ്യത കുറവാണെന്ന് പറഞ്ഞ്, നിനക്ക് കളറില്ലെന്ന് പറഞ്ഞ്, നിനക്ക് സൗന്ദര്യമില്ലെന്ന് പറഞ്ഞ്, നിനക്ക് പൊക്കമില്ലെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ നിനക്ക് വാക്ചാതുര്യമില്ലെന്ന് പറഞ്ഞ് ഒരുപാട് ഒരുപാട് നെഗറ്റീവ്സ് നിന്നെ കുറിച്ച് പറയുവാനുണ്ട്. പക്ഷെ കർത്താവ് അതെല്ലാം പോസിറ്റീവ് ആക്കുക. Praise the Lord. Praise the Lord. ലോകം മുഴുവനും ആ ദാവീദ് എഴുതിയ സങ്കീർത്തനങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. Praise the Lord. നിന്റെ പദവിയിൽ നിന്ന് നിന്നെ തള്ളിയിടേണ്ടത്. അതുകൊണ്ട് മറ്റുള്ളവർ നിന്ദിക്കുമ്പോൾ, മറ്റുള്ളവർ പരിഹസിക്കുമ്പോൾ ദൈവമക്കളെ നാം ഭാരപ്പെടരുത് കേട്ടോ. നാം ദൈവസന്നിധിയിൽ ഇരിക്കുക. നമ്മെ വിളിച്ചൊരു കർത്താവുണ്ട്. അവൻ നമ്മെ തള്ളി കളയത്തില്ല, ഒരിക്കലും കളയത്തില്ല. നിന്റെ പൊസിഷൻ അല്ലെങ്കിൽ നിന്റെ ഇൻക്രിമെന്റ്, നിന്റെ പ്രൊമോഷനൊക്കെ കുറച്ച് സമയത്തൊക്കെ തടഞ്ഞു വെക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. മൊർദെഖായി വലിയ കാര്യമൊന്നും ചെയ്തില്ലെങ്കിലും രാജാവിനെതിരെ 2 ഷണ്ഡന്മാർ അവനെ കൊന്നുകളയുവാൻ തീരുമാനിച്ച കാര്യം ഒരു ദിവസം അവന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് അവനത് രാജകൊട്ടാരത്തിൽ അറിയിച്ചു. പക്ഷെ അവനിലൂടെ ദൈവത്തിന് പ്രവർത്തിക്കേണ്ട സമയമായപ്പോൾ ദൈവം എന്ത് ചെയ്തു? രാജാവിൻ്റെ ഉറക്കം കിടത്തി. ഉറക്കം കിടത്തി. അപ്പോഴാണ് അവന് പരിശോധിക്കാൻ തോന്നിയത്. അവൻ്റെ ദിനവൃത്താന്ത പുസ്തകം ഓരോ ദിവസവും എഴുതി വെക്കുന്ന കാര്യങ്ങൾ, ഓരോ ദിവസം നടന്ന സംഭവങ്ങൾ അവൻ എഴുതി വെച്ചു വന്നപ്പോഴുണ്ടല്ലോ, ഇങ്ങനെ ആ പുസ്തകത്തിനകത്ത് പ്രകാശിച്ച് കാണുകയാണ് മൊർദെഖായി തന്നെ സഹായിച്ച വിവരം. ഉടനെ ചോദിച്ചു, അതിന് നമ്മൾ അവന് എന്തോ പകരം കൊടുത്തത്? എന്തെങ്കിലും കൊടുത്തോ? അല്ലേ? ഉടനെ കമ്മിറ്റി വിളിച്ച് ചോദിച്ചു, എടാ അന്ന് അവൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും അവനൊരു ഉപകാരം ചെയ്തോ? ഒന്നും ചെയ്തില്ല. ഹാമാനെ വരുത്താൻ പറഞ്ഞു. ഹാമാനെ വരുത്തി. രാജാവ് ബഹുമാനിക്കുവാൻ ഇച്ഛിക്കുന്ന പുരുഷന് എന്ത് കൊടുക്കണം, എന്ത് ചെയ്യണം, നീ ലിസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞു. സ്തോത്രം. ഹാമാനോടുത്തവനാണെന്ന്. കാരണം അവനെ പോലെ അധികാരമുള്ളവർ ആരും ഇല്ലല്ലോ. അവൻ ഒരു വലിയ ലിസ്റ്റ് അങ്ങ് തയ്യാറാക്കി. സ്തോത്രം. അപ്പൊ തന്നെ ഹാമാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? മൊർദെഖായിക്ക് വിരോധമായി കഴുമരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ശത്രുക്കളെ നമ്മുടെ പക്ഷത്താക്കുന്ന കർത്താവുണ്ട്. ശത്രുക്കളെ കൊണ്ട് കർത്താവ് നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യിക്കുന്ന കർത്താവ്. നമ്മുടെ കർത്താവിന്റെ പ്രവൃത്തികൾ നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണെന്നേ. ആമേൻ. അതെപ്പോഴെങ്ങനെ വെളിപ്പെടുമെന്ന് നമുക്ക് പറയുവാൻ കഴിയത്തില്ല. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് നമ്മൾ ആരും നിരാശപ്പെട്ടിരിക്കരുത് ഒരിക്കലും. ആമേൻ. രാജാവ് ബഹുമാനിക്കുവാനിരിക്കുന്ന പുരുഷൻ. ഇതാരാ വിളിച്ചു പറയുന്നേ? ഇതാരാ വിളിച്ചു പറയുന്നേ? നിന്നെ കൊല്ലാൻ കഴുമരം ഉണ്ടാക്കിയവൻ ഇപ്പോൾ ഇവിടെ നിന്ന് അനൗൺസ് ചെയ്യുവാണ്. രാജാവ് ബഹുമാനിക്കുവാൻ ഇച്ഛിക്കുന്ന പുരുഷൻ, ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. രാജാവ് കയറുന്ന കുതിരപ്പുറത്തോ രാജാവ് ധരിക്കുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് ഹല്ലേലൂയ ഇങ്ങനെ ഹല്ലേലൂയ ഒരു പ്രത്യേക അനുഭവത്തിലൂടെ മൊർദെഖായിയുടെ മുൻപാകെ നടന്ന് വിളിച്ചു പറയുകയാണ്. അവന്റെ തൊണ്ടേക്ക് ഇടറി കാണുമല്ലോ. ഓരോ അനൗൺസ്മെന്റിന് ശേഷം അവൻ എന്ത് ചെയ്യും? വെള്ളം കുടിക്കും. കാര്യം എന്താ? ഭാര്യ അവിടെ ഇരുന്നുണ്ട്. പണിക്കാരോട് പെട്ടെന്നാകട്ടെ, ഇപ്പം അച്ഛൻ മൊർദെഖായിയും കൊണ്ട് വരും കൊല്ലാനായിട്ട്. അച്ഛനെ കാണാഞ്ഞപ്പോൾ അന്വേഷിച്ചപ്പോഴാ പറയുന്ന, അച്ഛൻ മൊർദെഖായിയുടെ മുമ്പിൽ നിന്ന് വിളിച്ചു പറയുവാന്ന്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അതുകൊണ്ടാണ് പലപ്പോഴും നാം നമ്മുടെ പദവി തിരിച്ചറിയുന്നില്ല. അതാണ് നമ്മുടെ പ്രശ്നം. നാം ആരാണെന്ന് തിരിച്ചറിയുന്നില്ല. കർത്താവ് വ്യക്തമായി പറഞ്ഞു, ദൂതന്മാരെ, വീണുപോയ ദൂതന്മാരെ പോലും ന്യായം വിധിക്കേണ്ടവരാണ്. വീണുപോയ ദൂതന്മാരെ പോലും ന്യായം വിധിക്കേണ്ടുന്ന ദൈവമക്കൾ ഇവിടെ കിടന്ന് തമ്മിലടിച്ചുകൊണ്ടിരിക്കുക. ആവശ്യമുള്ള കാര്യത്തിനാണോ? അല്ല. അതല്ല ഇന്ന് ലോകത്ത് നാം കണ്ണോടിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ വാക്കുകളോട് നേർത്തട്ടെ. സ്തോത്രം. ഒരിക്കൽ കൂടെ 4-ാം വാക്യം നമുക്ക് വായിക്കാം. അവന്റെ പദവിയിൽ നിന്ന് അവനെ തള്ളിയിടുവാനത്രേ അവർ നിരൂപിക്കുന്നത്. അവർ ഭോഷ്കിൽ ഇഷ്ടപ്പെടുന്നു, വായ് കൊണ്ട് അവർ അനുഗ്രഹിക്കുന്നു, എങ്കിലും ഉള്ളം കൊണ്ട് അവൻ ശപിക്കുന്നു. അവർ ഭോഷ്കിൽ ഇഷ്ടപ്പെടുന്നു, എങ്കിലും വായ് കൊണ്ട് അവനെ അനുഗ്രഹിക്കുന്നു. അങ്ങനെ അനുഗ്രഹിച്ചത് ആരാ? ഒരിക്കൽ ശൗൽ. അയ്യോ, എന്റെ മകന് ദാവീദ്
കയറി കെട്ടിപ്പിടിക്കുക. നീ കൃതാർത്ഥനാകും. ദാവീദിനെ അനുഗ്രഹിച്ച വാക്കുകളാ. എപ്പോഴാ? ഓർമ്മയുണ്ടോ? ദാവീദിനെ കൊല്ലുവാൻ ഇവനിങ്ങനെ അലഞ്ഞു നടക്കുമ്പോൾ ദാവീദ് ഒളിച്ചിരിക്കുന്ന അതേ ഗുഹയിൽ ഹല്ലേലൂയ ശൗലും കൂട്ടരും വന്നു. ദാവീദിനോട് കൂടെ ഉള്ളവർ പറഞ്ഞു, നിന്റെ ശത്രുവിനെ ദൈവം നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക, കൊന്ന് ഒരൊറ്റ കുത്തിന് കൊന്നോട്ടെ എന്ന് ചോദിച്ചു. ദാവീദ് പറഞ്ഞു, പറ്റത്തില്ല, യഹോവയുടെ അഭിഷേകമുള്ളവനാ. സ്തോത്രം. നാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് അറിയേണ്ടതിന് അവന്റെ രാജവസ്ത്രത്തിന്റെ അഗ്രം മുറിച്ചെടുത്തു. അവൻ കുടിക്കുന്ന പാനപാത്രവും എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് ചോദിച്ചു, ഇത് ആരുടേതാണ്? ശൗൽ പറഞ്ഞു, ഇതെന്റേതാണ്. സ്തോത്രം. ഇത്രയും വ്യക്തത ഉണ്ടായിക്കഴിഞ്ഞപ്പോഴ പറഞ്ഞു, എന്റെ മകനെ ദാവീദേ, നീ കൃതാർത്ഥനാകൂ. ബാക്കി എന്താ വായിച്ചതോ? അവർ ഭോഷ്കിൽ ഇഷ്ടപ്പെടുന്നു, വായ് കൊണ്ട്. വാസ്തവത്തിൽ ആ മകൻ, എന്റെ മകനെ ദാവീദേ നീ കൃതാർത്ഥനാകുമെന്ന് പറഞ്ഞത് ആത്മാർത്ഥത കൊണ്ടാണോ? അല്ല, അല്ല. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ദാവീദിനെ കൊല്ലാതിരിപ്പാൻ അവൻ പരിപാടി നോക്കിയോ? പിന്നെയും കൊല്ലുവാൻ നടക്കുക. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ലോകത്തിന്റെ അനുഗ്രഹമല്ല നമുക്ക് വേണ്ടത്, ലോകത്തിന്റെ പ്രശംസ വാക്കുകളല്ല നമുക്ക് വേണ്ടത്, ലോകത്തിന്റെ അംഗീകാരമല്ല നമുക്ക് വേണ്ടത്. ഇന്ന് പകൽക്കാലം എന്നെ നിങ്ങളെയും ഉള്ളതുപോലെ അറിഞ്ഞ് അംഗീകരിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ദൈവം പറഞ്ഞിട്ടേ എന്തെങ്കിലും സംഭവിക്കത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ അവസാന വാക്യം വായിച്ച് നമുക്ക് നിർത്താം. കർത്താവേ, ദയയും നിനക്കുള്ളതാകുന്നു, നീ ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകുന്നു. ദൈവമേ, ദയയും നിനക്കുള്ളതാകുന്നു, നീ ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്ക പകരം കൊടുക്കും. നമ്മളൊന്നും പ്രവർത്തിക്കാൻ പോകരുതെന്നാ പറഞ്ഞതിനർത്ഥം. പക്ഷെ നമ്മുടെ ഈഗോ സമ്മതിക്കത്തില്ല. നമ്മൾ പകരം ചെയ്തില്ലെങ്കിൽ നമുക്കൊരു സുഖം കിട്ടത്തില്ല. അവന്റെ മുമ്പിൽ ഞാൻ എന്തുകൊണ്ട് താന്നു പോയ പോലെ ആയിപ്പോകും. അതുകൊണ്ട് നല്ലത് തന്നെ അങ്ങ് പറയാൻ പാടില്ലായിരുന്നു. ഇനി നമ്മൾ പറഞ്ഞില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ അടുത്ത ആൾ പറഞ്ഞ് പറയിപ്പിക്കും നമ്മളെ കൊണ്ട്, അല്ലേ? പറഞ്ഞു പറയിപ്പിക്കും നമ്മളെ കൊണ്ട്. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എന്താ പറഞ്ഞത്? അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം. അബ്ശാലോം എങ്ങനെയാ മരിച്ചത്? കുതിരപ്പുറത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ മുടി നീട്ടി വളർത്തിയ സ്റ്റൈലിലേക്ക് ഇങ്ങനെ നീട്ടിയിട്ട് വളർത്തി കുതിരപ്പുറത്ത് തുള്ളി 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 കൊണ്ടുവന്ന് നേരെ കൊണ്ടുവന്ന് ഹുക്കെ കൊണ്ടുവന്ന് ചാടിച്ചു. മരക്കൊമ്പിൽ തൂങ്ങി. കുതിര പോയിട്ട് അച്ഛൻ അറിഞ്ഞിട്ടില്ല. അച്ഛൻ ഇപ്പൊ അവിടെ കിടന്ന് തുള്ളിക്കൊണ്ടിരിക്കുക. അവനവന്റെ പ്രവൃത്തിക്ക് തക്ക. നീ രാജാവാണെന്നുള്ളതൊന്നും, നിന്നെ രാജാവാക്കിയതാരാ? അഭിഷേകം വന്ന് നീ രാജാവായതല്ലോ, ദൈവഹിത പ്രകാരം രാജാവായതല്ലോ. അതുകൊണ്ട് ഹല്ലേലൂയ, ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂങ്ങിക്കിടക്കുക. നല്ല പ്രായത്തിൽ. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, എനിക്ക് നിങ്ങൾക്കുമുള്ള പദവി ഹല്ലേലൂയ ലോകം അംഗീകരിക്കുന്ന ഒരു പദവിയല്ല, പക്ഷെ ശ്രേഷ്ഠ പദവിയുണ്ട്. ഞാനും നിങ്ങൾ ദൈവമക്കളാ. ഈ അഖിലാണ്ടത്തിന്റെ ഹല്ലേലൂയ അധിപതിയായ കർത്താവിന്റെ മകനാണ്, മകളാണ് എന്നൊരു പദവി നമുക്കുണ്ടെങ്കിൽ അതിൽ നിന്ന് വീണു പോകാതെ താണു പോകാതെ നാം നമ്മെ തന്നെ സൂക്ഷിക്കുക. സ്തോത്രം. അതുകൊണ്ട് മൗനമായിരുന്നു. ഈ മൗനമായിരിക്കാൻ പറഞ്ഞത് എവിടെയാ? ചർച്ചിനകത്താണോ? നമ്മൾ ചർച്ചിനകത്തെ മൗനമായിരിക്കത്തുള്ളൂ. സ്തുതിക്കേണ്ട സമയത്ത് പോലും അതിനൊക്കെ തമിഴന്മാര് ഹല്ലേലൂയ പോടുങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 അവർ പറയാതെ കൈ താഴ്ത്തി വെക്കത്തില്ല. ഒരു ഹല്ലേലൂയ പോടുങ്ക എന്ന് പറഞ്ഞാൽ കുറഞ്ഞത് 3 പറയും, പിന്നെ അങ്ങ് പോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ 3 പറയാന്ന് പറഞ്ഞാൽ 1 തന്നെ വിഷമിച്ചാ പറയുന്നത്. സ്തോത്രം. ദൈവമക്കളെ, ദൈവസന്നിധിയിൽ വരുമ്പോൾ നാം എന്ത് ചെയ്യണം? ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നേ. അവൻ അതിന് യോഗ്യനാ. അതാണ് നാം ഇന്ന് പാടിയത്. യോഗ്യൻ നീ യേശുവേ, യോഗ്യൻ നീ, സർവസ്തുതികൾക്കും നീ മാത്രമാണ് യോഗ്യൻ. ആ ദൈവത്തെ നാം സ്തുതിക്കുക, ആ ദൈവത്തെ നാം ആരാധിക്കുക. ദൈവത്തിന് സ്തോത്രം.
ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ ചെല്ലുമ്പോൾ മൗനമായിരിക്കുക. സ്തോത്രം. മൗനമായിരിക്കുക. സ്തോത്രം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവഹിത പ്രകാരം അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിപ്പാൻ, കർത്താവിന് വേണ്ടി നിലനിൽപ്പാൻ സ്വർഗത്തിൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. തുടർന്ന് സാക്ഷ്യത്തിലുള്ള സമയമാണ്. പ്രാരംഭത്തിൽ കുഞ്ഞുങ്ങളെല്ലാവരും എഴുന്നേറ്റ് സാക്ഷ്യം പ്രസ്താവിക്കും. He is my everything, He is my all. He is my everything, both great and small. He gave His life for me, made everything new. He is my everything, now how about you? Like honey in the rock, sweet honey in the rock. For He tastes like honey in the rock. Oh, taste and see that the Lord is good. For He tastes like honey in the rock. Praise Lord, past one week God was good and faithful to me. He protected me from all harms and dangers. In praise Him, I'd like to say a verse from the Bible, Ephesians verses 8. I mean that you have been saved by the grace because you believe. You did not save yourself, it was a gift from God. Amen. During the past 1 week, God was very good to me. He kept me safe from all harms and dangers. In praise of Him, I would like to say a verse from the Bible. 2 Samuel 22 verse 7. In my distress, I called out to my Lord. I called out to my God. From His temple, He heard my voice. My cry came to His ears. I request our members to pray for me as my duties are still going on. Psalms 117 verses 1 and 2. All nations praise the Lord, all you nations praise Him, because the Lord loves us very much, and His truth is everlasting. Praise the Lord. Praise Lord, I thank and praise God for this wonderful opportunity that He has given me to stand before you all. He kept me safe from all harms and dangers. In praise of Him, I would like to tell Him a verse from the Bible. Psalms 138 verses 8. The Lord will fulfill His promise for me. Your love, O Lord, will endure forever. Do not abandon the work of your hands. Thank you. Please pray for me and my family. Psalms 3 verses 1. How many floors are mine? How many raised up against me? Amen. Praise Lord. But Noah found grace in the eyes of the Lord. Genesis 6 verses 8. The Lord was with Joseph. Amen. Praise the Lord. Proverbs 3 verse 3 and 4. Let love and faithfulness never leave you. Bind them around your neck. Write them on the tablet of your heart. Thus you will find favor and a good name in the sight of God and man. Amen. The Lord knows the ways of the righteousness, but the ways of the wicked will perish. Psalms 1 verse 6. Praise Lord. Psalms 131 verse 2. But I have calmed and quieted myself. I am like a weaned child with its mother, like a weaned child I am content. Amen. For by grace you have been saved through faith, and that not of yourself, it is the gift of God. Ephesians 2 verse 8. Praise, I would like to thank God for this wonderful opportunity that He has given us to stand in His presence. Since the past 20, God has kept us safe through harms, troubles, and dangers that were in our way. And I would like to cite a verse. It is from Psalms chapter 71, verse 5. For Thou art my hope, O Lord, for Thou art my trust since my youth. Amen. I will sing to the Lord, for He has been good to me. Psalms 13 verses 6. Praise the Lord. Last week God was good to me. He protected me from all harms and dangers. In praise of Him, I would like to cite a verse from the Bible. John 14 verses 15 to 16. If you love me, keep my commandments. I will ask the Father, and He will give you another counselor to be with you forever, the Spirit of truth. Amen. I thank and praise God for the nice opportunity to stand before and understand the members from the Bible. Psalms 99 verses 1.
The Lord reigns, let the people tremble. He sits between the cherubim, let the earth be moved. I request all my church to uphold my Bible prayers as my unit test is still going on. Amen. Praise the Lord, I present thank God for giving this nice opportunity to stand before you all. During the past 1 week, He was good to me and protect him under His mighty wings. Impress him and let us hear words from the Bible. Psalms 1 verse 5. Therefore the ungodly shall not stand in the judgment, nor sinners in the congregation of the righteous. I request all church members, please pray for me and for my family. Hallelujah. 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 ദൈവസന്നിധിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ബ്രദർ വി എം പോളി ഇപ്പോൾ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. ഹാലയിലെ പഠിപ്പാൻ ആവശ്യമായ ബുദ്ധിയും ഓർമ്മയും ഉത്സാഹവും ദൈവകൃപയും കൊടുത്ത് കർത്താവ് കുഞ്ഞുങ്ങളെ സൂക്ഷിക്കേണ്ടതിന് ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവകൃപയോടെ കർത്താവ് വഴി നടത്തണം. ഈ പ്രതികൂലമായ കാലാവസ്ഥയിലും വലിയ ദൈവിക കൃപ നമ്മുടെ കുഞ്ഞുങ്ങളോട് കൂടിയിരുന്ന് അവർ കഴിക്കുന്ന ആഹാരവും കുടിക്കുന്ന പാനീയവും ശ്വസിക്കുന്ന വായുവും ധരിക്കുന്ന വസ്ത്രം പോലും സ്വർഗം ശുദ്ധീകരിച്ചു കൊടുക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവർ ദൈവസഭയ്ക്കൊരു അനുഗ്രഹമായി തീരട്ടെ, മാതാപിതാക്കൾക്ക് അനുഗ്രഹമാകട്ടെ. ഹാലയിൽ പഠിക്കുന്ന സ്ഥാപനത്തിന് പാർക്കുന്ന ദേശത്തിന് കുഞ്ഞുങ്ങളൊരു അനുഗ്രഹമായി തീരുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ പോളിച്ചാൻ ഇപ്പോൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. സ്വർഗസ്വനായ ഞങ്ങളുടെ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്തൃ ദിവസം അടിയങ്ങളുടെ പൈതകളുമായ ദൈവമേ, തിരുസന്നിധിയിൽ കടന്നു വരുന്നതിന് ഞങ്ങൾ നീ സഹായിച്ചതിനെ നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഇതുവരെയും നീ അവരെ സൂക്ഷിച്ചു പരിപാലിച്ചു. അവരുടെ പോക്കിൽ വരവിൽ സ്കൂളിലായിരുന്നപ്പോഴും പഠനസ്ഥലത്തൊക്കെയും ഭവനത്തിൽ നീ അവരെ സൂക്ഷിച്ചതിൻ്റെ വൻ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. പൈതങ്ങളെ വീണ്ടും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ അവരെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. ഹാലേലിയ. സ്തോത്രം സ്തോത്രം. നീ ദൈവമേ അവരുടെ പഠനകാര്യങ്ങളിൽ കർത്താവേ, ഹാലേലിയ സ്തോത്രം, പോക്കിൽ വരവിൽ ദൈവമേ നീ സഹായിക്കണമേ. അവരെ നീ ബലപ്പെടുത്തിയാട്ടെ കർത്താവേ, ആരോഗ്യവും ബലവും നൽകി ദൈവകൃപയിൽ പൊതിഞ്ഞാട്ടെ കർത്താവേ. ഹാലേലിയ. ബുദ്ധിയെ നീ പ്രകാശിപ്പിക്കണം കർത്താവേ. ഹാലേലിയ സ്തോത്രം. അനർത്ഥങ്ങൾ നിറഞ്ഞ ദേശത്ത് കർത്താവേ നീ അവരെ പരിപാലിച്ചാട്ടെ, ശത്രുവിൻ്റെ കരങ്ങളിൽ നിന്ന് വിടുവിച്ചാട്ടെ കർത്താവേ. ഹാലേലിയ. അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. കർത്താവേ, പ്രതികൂല കാലാവസ്ഥയിൽ ദൈവമേ ഹല്ലേലൂയ ഒരു രോഗമോ പകർച്ചവ്യാധിയോ ഒന്നും പൈതങ്ങളെ തൊടാൻ ഇടയാക്കരുതെന്നടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവർ ദൈവമേ സഭയ്ക്കും ദൈവമേ സമൂഹത്തിനും ദൈവമേ ഹല്ലേലൂയ സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട പൈതങ്ങളായി വളരെ നീ സഹായിക്കണം. അവർ കടന്നു പോകുന്ന ഇടങ്ങളിൽ ദൈവമേ അവരെ കാണുന്നവരും ദൈവത്തെ ദർശിക്കുന്നതിന് കർത്താവെ നീ സാഹചര്യങ്ങളെ ഒരുക്കിയാട്ടെ കർത്താവേ. ഹാലേലി. ആത്മീയമായിട്ട് നീ അവരെ ഉയർത്തണമേ എന്നടി നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹാലേലി. അവർ കഴിക്കുന്ന ഭക്ഷണം പാനീയവും ശ്വസിക്കുന്ന വായു ശുദ്ധീകരിച്ച് നൽകണം ദൈവമേ. രോഗാദികളിൽ നിന്ന് വിട്ടുവയ്ക്കണമെന്നടി പ്രാർത്ഥിക്കുന്നു. നൽകിയ കൂട്ടായ്മയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങൾ ഈ സമയം ദേശത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലും വിദേശത്തുമായിരിക്കുന്ന ഞങ്ങളുടെ പൈതങ്ങളെയും കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീ അവരെയും ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ടെ കർത്താവേ. ആത്മീയമായിട്ട് ദൈവമേ, ശാരീരിക മാനസികമായിട്ട് ഞങ്ങളുടെ പൈതങ്ങളെ നീ ബലപ്പെടുത്തിയാട്ടെ. ഹാലേലിയ. അല്പസമയം നിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഞങ്ങളെ നീ സഹായിക്കണമേ. തിരുകൃപയിൽ പൊതിഞ്ഞാട്ടെ കർത്താവേ. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സാക്ഷ്യവാചകങ്ങൾ ഒരുപാട് നീണ്ടു, സമയങ്ങൾ മുൻപോട്ട് പോയി. തുടർന്ന് പല കാര്യങ്ങളും ഇന്ന് പകൽക്കാലം നേരത്തെ ഓർപ്പിച്ചതുപോലെ ഉള്ളതുകൊണ്ട് ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഇന്നലെ പ്രിയ ടോമിച്ചാൻ്റെ ഭവനത്തിൽ വെച്ച് നടന്ന കോട്ടേജ് മീറ്റിങ്ങിൽ ശുശ്രൂഷ ആ വചനം എടുത്ത് വേഗത്തിൽ 1-2 കാര്യങ്ങൾ കൂടെ ഓർപ്പിച്ച് പ്രാർത്ഥിച്ച് നിർത്തുവാൻ തക്കോണം ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. നിങ്ങളുടെ സകല ചിന്താകുലവും. സ്തോത്രം. ഒരുപാട് ചിന്ത കുഴപ്പങ്ങളുള്ളവരാണ് നാം. അതിനെക്കുറിച്ച് വ്യക്തമായി കഴിഞ്ഞ രാത്രിയിൽ ശുശ്രൂഷിപ്പാനിടയായി. ഞാനിന്ന് ഒരുക്കി കൊണ്ടുവന്ന മെസ്സേജ് എടുക്കുവാനുള്ള സമയം നമ്മുടെ മുൻപിലില്ല, വേഗത്തിൽ നിർത്തണം. അതുകൊണ്ടാണ് ഈ ഭാഗം തന്നെ വീണ്ടും എടുത്തത്. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധനായ പത്രോസ് കർത്താവിനോട് കൂടെ നടന്ന നാളുകളിൽ ശ്രദ്ധിക്കണം എല്ലാവരും, താൻ അനുഭവിച്ച നമ്മെപ്പോലെ സാധാരണ ഒരു മനുഷ്യൻ, മജ്ജയും മാംസവുമുള്ള വിചാരങ്ങളും വികാരങ്ങളുമുള്ള ഒരു മനുഷ്യനാണ് പത്രോസ്. പക്ഷെ കർത്താവ് തന്നോട് കൂടെ നടന്ന സമയം
കർത്താവിൻ്റെ കരുതൽ അനുഭവിച്ചവനാണ് പത്രോസ്. ആമേൻ, ആമേൻ. ആ കരുതലിനെ കുറിച്ച് നമ്മെ പ്രബോധിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മെ ബലപ്പെടുത്തുകയാണ്. അവൻ കരുതുന്നത് മുഴുവനും ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടിയാ. പ്രൈസ് ദി ലോർഡ്. നാം കർത്താവിന് വേണ്ടി ഒന്നും കരുതുന്നില്ല. നാം കരുതുന്നത് മുഴുവനും നമുക്ക് വേണ്ടിയാ. കർത്താവ് കരുതുന്നതും നമുക്ക് വേണ്ടിയാണ്. ആമേൻ, ആമേൻ. പത്രോസിന് പോലും തൻ്റെ കുടുംബത്തിന് വേണ്ടി കരുതുവാൻ കഴിഞ്ഞില്ല. ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ നടന്നില്ല, അല്ലെങ്കിൽ നടക്കുന്നില്ല. സ്തോത്രം. എന്നാൽ എന്ന് മുതൽ കർത്താവ് പത്രോസിനോട് തന്നെ അനുഗമിക്കുവാൻ പറഞ്ഞുവോ, അന്ന് മുതൽ പത്രോസിന് വേണ്ടതെല്ലാം കർത്താവ് കൊടുത്തുകൊണ്ടിരുന്നു. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഇന്ന് ആവശ്യം എന്തെല്ലാം ഉണ്ടെന്ന് കർത്താവ് അറിയുന്നുവോ, അതെല്ലാം കർത്താവ് എന്ത് ചെയ്യുന്നുണ്ട്? തരുന്നുണ്ട്. നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആവശ്യം എന്തെല്ലാം ഉണ്ടുവോ, ഇന്നത്തേക്ക് ആവശ്യമായതെല്ലാം നമ്മുടെ കർത്താവിന്റെ പക്കലുണ്ട്. അത് തരുന്നുണ്ട്. പക്ഷെ നാം അത് അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. പക്ഷെ നമ്മൾ ആ രീതിയിൽ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ സ്വഭാവത്തെ ഒന്ന് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരണം. എന്ന് പറഞ്ഞല്ലോ, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകൽ. അത് അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ നാം ഇന്നലെ ചിന്തിച്ചു. എന്തായിരുന്നു അബ്രഹാമിന്റെ വിശ്വാസം? എപ്രകാരമുള്ളതായിരുന്നു? എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 18-19 വാക്യങ്ങൾ ഒരിക്കൽ കൂടെ വായിക്കാം. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്ന് അരുളപ്പാട് ലഭിച്ച് വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തന്റെ ഏകജാതനെ അർപ്പിച്ചു. മതി. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ, നോട്ട് ജനിക്കുന്നവൻ, ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്ന വാഗ്ദത്തം അബ്രഹാം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഇസഹാക്കിനെ എന്ത് ചെയ്തു? മനസ്സിലാവുന്നു? ഹലോ, നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് 1 മിനിറ്റ് പോലും മുമ്പോട്ട് പോകാൻ തോന്നുന്നില്ല. ഇത് പറഞ്ഞിട്ട് പോലും ശ്രദ്ധിക്കാതിരിക്കുന്നവരും. സ്തോത്രം. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതികൾ എന്ന് വിളിക്കപ്പെടും എന്ന് അരുളപ്പാട് ലഭിച്ച അബ്രഹാം ഇസഹാക്കിനെ എന്ത് ചെയ്തു? യാഗമർപ്പിച്ചു. ഈ ഒരു വാക്കിന്റെ ബലത്തിലാണ് അബ്രഹാമും ബാലനായ ഇസഹാക്കും കൂടെ മലയിലേക്ക് കയറിപ്പോകുന്നത്. അപ്പോഴാണ് ബാലൻ അപ്പനോട് ചോദിക്കുന്നത്, മകൻ അപ്പനോട് ചോദിക്കുന്നത്, അപ്പാ, യാഗത്തിനുള്ള വിറകുമുണ്ട്, തീയും കത്തിയും എല്ലാം നീ കരുതിയിട്ടുണ്ട്, മൃഗമെന്തേ? ഈ കുഞ്ഞു ദൈവത്തോട് ചോദിക്കുകയാ. പപ്പ മറന്നുപോയതാണോ? അതറിയാനാ ചോദിക്കുന്നത്. അപ്പോ ഒരു കാര്യം നമ്മൾ മറന്നുപോയി. വിറകും തീയും എല്ലാം നമ്മൾ എടുത്തു. എന്തെടുത്തില്ല? ഈ കുഞ്ഞിനറിയാമോ യാഗമൃഗം ഇവനാണെന്ന്? സ്തോത്രം. അബ്രഹാമിന് വ്യക്തമായി അറിയാം ഇവനാണ് യാഗമൃഗം. പക്ഷെ ഇവനെ യാഗം അർപ്പിച്ചാലും ഇവനെ ദൈവം വീണ്ടും എനിക്ക് തിരിച്ചു തരും. സ്തോത്രം. അതായിരുന്നു വിശ്വാസം. കാരണം വാഗ്ദത്തം കേട്ടു. ഇസ്ഹാക്കിനോടുള്ള ബന്ധത്തിലുള്ള വാഗ്ദത്തം അബ്രഹാം കേട്ടു. ഇവനിൽ നിന്ന് ജനിക്കുന്ന മക്കൾ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും. അങ്ങനെ എന്നോട് ദൈവം അനീതി ചെയ്തിട്ടില്ല എന്ന് അബ്രഹാം പൂർണ്ണമായും വിശ്വസിച്ചു. മക്കളെ, തലമുറയെ കുറിച്ച് വാഗ്ദത്തം ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിറവേറ്റുക തന്നെ ചെയ്യും. 1% പോലും സാധ്യത നിന്റെ മുൻപിലില്ലെന്ന് നിനക്ക് തോന്നിയാലും ഹല്ലേലൂയ, എന്റെ ദൈവം വിശ്വസ്തനാ, അവനത് നിർവഹിക്കുവാൻ ശക്തനെന്ന് ഇന്ന് പകൽക്കാലം നാം ഉറച്ചിരിക്കണം. സ്തോത്രം.
ആമേൻ. അതുകൊണ്ടാ പറഞ്ഞത്, ഈ ബാല്യക്കാരൻ ചോദിച്ചു, ബാല്യക്കാരും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ, അവനോട് പറയുന്നൊരു മറുപടി ഉണ്ട്. സ്തോത്രം. നിങ്ങൾ ഇവിടെ ഇരിപ്പിൻ, നിങ്ങൾ ഇവിടെ ഇരിപ്പിൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് യാഗം കഴിച്ച് മടങ്ങി വരാം. അത് ഇംഗ്ലീഷ് വായിക്കുമ്പോഴാണ് നമുക്ക് വളരെ ഒരു ബലം തോന്നുന്നത്. വി വിൽ ഗോ ആൻഡ് വർഷിപ്പ്, വി വിൽ കം ബാക്ക്. വി വിൽ ഗോ ആൻഡ് വർഷിപ്പ്, then I will come back എന്നല്ല പറഞ്ഞത്. We will come back എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും ഒരു മകനെ എനിക്ക് തിരിച്ചു കിട്ടുമെന്ന് അബ്രഹാം വിശ്വസിച്ചില്ല. ഓൺ ദ സ്പോട്ടിൽ ആ യാഗം അർപ്പിക്കുന്ന സമയത്ത് തന്നെ ദൈവം എനിക്ക് ആ മകനെ തിരിച്ചു തരുമെന്ന് അബ്രഹാം വിശ്വസിച്ചു. അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ അളവൊന്ന് പരിശോധിച്ചേ, ഒന്ന് പരിശോധിച്ചേ. നാം വിശ്വാസികളാണ്, ഹല്ലേലൂയ, അതേ അളവ് തന്നെയാണോ, അതോ ഹല്ലേലൂയ ഏതെങ്കിലും നിലയിൽ എന്തെങ്കിലും പറയുവാൻ നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന്? ഇംഗ്ലീഷ് വാക്ക് അങ്ങനെ കിടക്കുന്നത്, ഞാനും മകനും അവിടത്തോളം ചെന്ന് യാഗം കഴിച്ച് മടങ്ങി വരാമെന്ന് മാത്രം മലയാളം നിർത്തിയപ്പോൾ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് വി വിൽ കം ബാക്ക്. എടുത്തോ ഫിലോമോനെ, വായിച്ചോട്ടെ. And Abraham said unto his young men, Abide ye here with the ass, and I and the lad will go yonder and worship, and come again to you. KJV. കുഴപ്പമില്ല, എൻ്റെ കയ്യിലുള്ള ബൈബിളിൽ എഴുതിയിരിക്കുന്നത് വി വിൽ കം ബാക്ക്, വി വിൽ കം ബാക്ക്, ഞങ്ങൾ മടങ്ങി വരാമെന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, കുറിവാക്യം അവൻ നിങ്ങൾക്കായിട്ടൊക്കെ Stay here with the donkey, the boy and I will go over there and worship, and then we will come back to you. And then we will come back to you. കഴുതയുമായി നിങ്ങൾ ഇവിടെ ഇരിപ്പിൻ, ഞാനും മോനും കൂടി അവിടത്തോളം പോയി യാഗം കഴിച്ചിട്ട് ഞങ്ങൾ മടങ്ങി വരാം. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിന് വ്യക്തമായ കഴിഞ്ഞ 3 പകലും രാത്രിയുമായി ഹല്ലേലൂയ ഈ മകനുമായുള്ള അവൻ്റെ യാത്രയാ. സ്തോത്രം. 3 ദിവസത്തെ വഴിദൂരം ചെന്നിട്ടാ ഈ യാഗമർപ്പിക്കുന്നത്. ആ സമയത്തെല്ലാം ഇവൻ പിന്മാറുമോ എന്നറിയുവാനും കൂടെ ആയിരിക്കണം പരിശോധിച്ചത്. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വാഗ്ദത്തം കേട്ടവനാണോ നീ? ഒന്നിലും കുലുങ്ങിപ്പോകരുത്. അത് പകുതിക്ക് വെച്ച് ഉപേക്ഷിക്കുന്ന ഒരു ദൈവമല്ല ഞാൻ നിങ്ങൾ സേവിക്കുന്ന ദൈവം. നാം ഉപേക്ഷിച്ചാലും നമ്മെ ഉപേക്ഷിക്കാത്തൊരു കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. ആമേൻ. ഇന്നലെ അടുത്ത ഭാഗത്തേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ലെങ്കിലും യോബിന്റെ പുസ്തകം 38-ാം അധ്യായം 41-ാം വാക്യം വായിച്ചിട്ട്, ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 38 വേഴ്സ് 41. സ്തോത്രം. കാക്കക്കുഞ്ഞുങ്ങൾ അവർ ദൈവത്തോട് നിലവിളിക്കുന്നേ, അവയെ സൃഷ്ടിച്ചവൻ അവരുടെ ഭാഷ മനസ്സിലാകും. കാക്കക്കുഞ്ഞിന് വേണ്ടത് ലിക്വിഡ് ഫോമിലുള്ള ആഹാരമാ. അതുവരെ കൃത്യമായി കൊടുക്കുന്നൊരു ദൈവമുണ്ട്. എങ്കിൽ തന്റെ ഛായയിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട ദൈവമക്കളെ, സ്തോത്രം, അവസരങ്ങൾ ലഭിക്കുമ്പോഴെല്ലാം ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുന്ന, ദൈവത്തിന് നന്ദി കരേറ്റുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്ന, ദൈവത്തിനു വേണ്ടി വിശുദ്ധിയിൽ ജീവിക്കുന്ന എന്റെയും നിങ്ങളുടെയും ആവശ്യങ്ങൾ അവൻ നിറവേറ്റാതിരിക്കുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പറയുകയാണ്, കാക്കക്കുഞ്ഞുങ്ങളും ഇര കിട്ടാതെ ഉഴന്ന് നടക്കുമ്പോൾ അവയ്ക്ക് തീനെത്തിച്ചു കൊടുക്കുന്നത്. പട്ടിണി കിടന്ന് ഇന്നൊരു കാക്കയും ചത്തിട്ടില്ല അല്ലേ? പട്ടിണി കിടന്ന് ഒരു കാക്കയും ചാകത്തില്ല. സ്തോത്രം. കാരണം എന്താണെന്നറിയാമോ? എന്താ വാക്യം വായിച്ചത്? കാക്ക ഉഴന്ന് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ
കാക്കയുടെ അപ്പനോടും അമ്മയോടും അല്ല നിലവിളിക്കുന്നേ. ഓരോ കാക്ക കുഞ്ഞുങ്ങളും നിലവിളിക്കുന്ന ആരോടാ? ദൈവത്തോടാണ്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ മോൻ്റെ ആവശ്യം ഇങ്ങോട്ട് പറഞ്ഞോളാൻ പറയരുത്, ദൈവത്തോട് പറഞ്ഞോളാൻ പറയണം. എത്ര ചെറുതാകട്ടെ, പ്രാർത്ഥിക്ക്, പ്രാർത്ഥിക്ക്. കുഞ്ഞ് നിനക്ക് വേണ്ടി ദൈവം കരുതുന്നവനാ. നിന്നെ സൃഷ്ടിച്ചത് നിന്റെ ദൈവമാ. നിനക്ക് സൗന്ദര്യം തന്ന ദൈവമാ. നിനക്ക് വിദ്യാഭ്യാസത്തുള്ള സാഹചര്യം ഒരുക്കിയ ദൈവമാ. അവനത് നിറവേറ്റുക തന്നെ ചെയ്യും. Praise the Lord. Hallelujah. Matthew chapter 6 verse 26. മത്തായി 6:26 സ്തോത്രം. സ്തോത്രം. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ. വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നതുമില്ല, എങ്കിലും അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും. നമ്മൾ ഈ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും പ്രാവുകൾക്ക് തീറ്റിട്ട് കൊടുക്കുന്നത്, കുരങ്ങുകൾക്ക്, ഉറുമ്പുകൾക്ക് പോലും. പാർക്കുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതൊന്നും നമ്മുടെ കേരളത്തിൽ ആരും ചെയ്തിട്ടില്ല. പക്ഷെ അതൊക്കെ എല്ലാം അവിടെ കിടന്ന് ചാവുകയാണ് അല്ലേ? ഇതിവിടത്തെ കാരണം. ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഈ ബുദ്ധമത വിശ്വാസികളുടെ വിശ്വാസമനുസരിച്ച് മരിച്ചുപോയ പൂർവികർ അവരുടെ പ്രവൃത്തി അനുസരിച്ച് അവര് രണ്ടാമത് ജനിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി അങ്ങനെ വല്ലതും വന്നിട്ട് നമ്മളോട് തീറ്റി ആവശ്യപ്പെടുന്നതാണോ എന്ന് കരുതിക്കൊണ്ട് ഇവർ കൊടുക്കുന്നത്. നമ്മളൊന്നും കൊടുക്കാത്തതിൻ്റെ കാര്യം നമുക്ക് അങ്ങനെ ഒരു, അതുകൊണ്ട് നമ്മളൊന്നും കൊടുക്കത്തില്ല അല്ലേ? സ്തോത്രം. പറഞ്ഞതിൻ്റെ സാരം, ഇവയെ സൃഷ്ടിച്ചത് ദൈവമാണോ, അവയെ ദൈവം പുലർത്തിക്കൊള്ളും. ആ വാക്യം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നതുമില്ല. സ്തോത്രം. നിങ്ങളിൽ ചിലരെങ്കിലും കാശ്മീരിലൊക്കെ യാത്ര ചെയ്ത് കാണുമല്ലോ. അവിടെയൊക്കെ ഈ ആപ്പിള്, അതുപോലെ തന്നെ ബബുഗോഷ്, അതിൻ്റെ ആ വെറൈറ്റീസ് എല്ലാം വരുന്നത്. കാരണം ഞാൻ അവിടെ ഉണ്ടായ സമയത്ത് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പറിച്ച് തിന്നോളണം, പക്ഷെ കൊണ്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് രാവിലെ വല്ലതും തേച്ച് കുളിച്ച് റെഡിയായിട്ട് അങ്ങ് പോവുക തോട്ടത്തിലോട്ട്. ആ വഴി സൂചേട്ടൻ പറയാൻ വേണ്ടി പോകുന്ന വഴിക്കല്ല ഇത് പറിച്ച് തിന്നുകൊണ്ടാണ് പോകുന്നത്. ഭാഗ്യമായി തത്തെ കൂട്ടത്തോടെ വന്നു കഴിഞ്ഞാൽ ഇത് പറന്നു പോകുന്നത് മാത്രമേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. അപ്പോഴേക്കും ഇത് പടപെടാന്ന് പറഞ്ഞ് വീഴും. കാരണം ഇത് കൊത്തിയിട്ടിട്ടാണ് പോകുന്നത്. ഇത് നമുക്ക് വെറുക്കാം. അപ്പം അത് തിന്നതിൻ്റെ ബാക്കിയാണ് നമുക്ക് കിട്ടുന്നതെന്നേ പറയാൻ വന്നേ. ദൈവം പുലർത്തുന്നത് അങ്ങനെയാണ്. ദൈവത്തിന് സ്തോത്രം. ഓരോന്നിനെയും ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല. അവയെ ദൈവം പരിപാലിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവയേക്കാൾ വിശേഷതയുള്ളവരല്ലേ? ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വചനമെല്ലാം കോർത്തിണക്കി ഒന്ന് ചിന്തിച്ചാൽ ദൈവമക്കളെ, ഹല്ലേലൂയ, നാം ഭാരപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് പിശാച് നമ്മുടെ ഇടയിൽ തരുന്നൊരു ചിന്തയാണ്. ഇത് പറയുമ്പോഴും ഭാരത്തോടെ ഇരിക്കുന്നവർ നല്ലൊരു ശതമാനം ഉണ്ടാകാം. ദൈവം അറിയാതെ എൻ്റെ തലയിലെ ഒരു മുടി പോലും പൊഴിയത്തില്ല. എത്ര പേർക്ക് അത് വിശ്വസിച്ചിട്ട് അതിനുവേണ്ടി ആമേൻ പറയാൻ പറ്റും? എല്ലാ രോഗങ്ങളും അല്ലെ മരണത്തിനായിട്ടല്ല. എല്ലാ രോഗവും മരണത്തിനായിട്ടല്ല. സ്തോത്രം. അത് കർത്താവ് തന്നെ പറഞ്ഞു. മാർത്തയും മറിയും വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ സഹോദരൻ സുഖമില്ലാതെ കിടന്നുണ്ടപ്പോൾ പറഞ്ഞു, ഈ ദീനം മരണത്തിനായിട്ടല്ല, പിന്നെ സ്തോത്രം. എന്താ കാരണം എന്നറിയാമോ? യേശു അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ മാർത്തയും മറിയയും മാത്രം. ഒരാൾ വചനം കേൾക്കാനിരുന്നു, മറ്റേയാള് യേശുവിനെ ശുശ്രൂഷിക്കേണ്ടതിന് കിച്ചനിലുവാ. ലാസറിനെ കാണാനില്ല അവിടെ. ഇല്ലെങ്കിൽ ലാസർ പറയുമായിരുന്നു, നീ ഒരു കാര്യം ചെയ്ത് നീ പോയി കുറച്ച് നേരം വചനം കേൾക്ക്, ഞാനിവിടെ കുക്ക് ചെയ്തോളാം. സഹോദരന്മാർക്ക് പൊതുവെ ഇരിക്കൽ കുറവാണല്ലോ. പക്ഷേ ഈ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ സഹോദരന്മാരേ ഉള്ളൂ. സഹോദരന്മാർ വളരെ കുറവാണ്. സാധ്യ ബ്രദർ പറഞ്ഞല്ലോ,
പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ, 1/2 മണിക്കൂർ പോലും നിങ്ങൾക്ക് സമയം വേർതിരിപ്പാൻ ഇല്ലാതെ പോകുന്ന കഷ്ടമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വിടുതലുണ്ട്. ആമേൻ, ആമേൻ. അതുകൊണ്ട് ലാസർ അടുത്ത് വരുവാൻ തക്കവണ്ണം കർത്താവ് ഹല്ലേലൂയ അവിടെ നിന്ന് മാറിപ്പോയി. 3 ദിവസം കഴിഞ്ഞതിന് ശേഷം യേശു വന്ന് ലാസറിനെ ഉയർപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. പിന്നീട് യേശു അവിടെ ചെന്നപ്പോൾ ആരും ആ കൂട്ടത്തിലുണ്ട്? ലാസർ അവിടെ ഉണ്ട്. പിന്നെ യേശുവിനോട് ചേർന്ന് ലാസർ നടക്കുവാൻ്റെയാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം. ദൈവമക്കളെ, ജീവിതത്തിൽ ചില അനുഭവങ്ങൾ വരുന്നതോ എൻ്റെ യേശുവിനോട് കൂടുതൽ അടുക്കുവാൻ വേണ്ടിയിട്ടാണ്. ആമേൻ, ആമേൻ. അവൻ നമുക്കായി കരുതുന്ന ദൈവമാണ്. സ്തോത്രം. ഏതെല്ലാം വിഷയത്തിൽ കരുതണം? നമ്മൾ ഇന്നലെ രാത്രി ചിന്തിച്ചു. നമ്മുടെ രോഗങ്ങളിൽ അവൻ കരുതുന്നുണ്ട്. നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നമുക്ക് വേണ്ടി കരുതുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ മാനസിക വിഷമങ്ങളിൽ കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നുണ്ട്. നമ്മുടെ എല്ലാ മേഖലകളും നാം അറിയുന്നതിനേക്കാൾ നന്നായി അറിയുന്നൊരു കർത്താവുണ്ട്. നമ്മുടെ തലകൾ ദിവസം ഉണക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഒരുമിച്ച് എല്ലാവരും ദിവസം എഴുന്നേറ്റ് നാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊയർ മുൻപോട്ട് കടന്നു വന്നൊരു പാട്ട് പാടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശേഷമായി പാട്ടുപാടി സ്തോത്രം കഴിച്ചെടുത്തോ പ്രാർത്ഥിച്ച് ആശീർവാദം പറയുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം കഴിച്ചു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അപ്പച്ചൻ്റെ കരങ്ങളിൽ ഞങ്ങൾ അർപ്പിക്കുന്ന സ്തോത്ര വഴിപാടിനെ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ അനേകരെ ആശ്വാസത്തിനും സഹായത്തിനുമായും ചിലവിടുവാൻ ഞങ്ങളെ സഹായിച്ച ദൈവത്തിന് സ്തോത്രം. അർപ്പിക്കപ്പെടുന്ന സ്തോത്ര വഴിപാടോ നിന്റെ നാമമഹത്വത്തിനായി നിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ചിലവിടുവാൻ ഞങ്ങളുടെ എല്ലാവരുടെയും കരങ്ങളെ സ്വർഗം ബലപ്പെടുത്തും. നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തും. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ചേർന്ന് പാട്ടുപാടി നമുക്ക് വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാനവും ഭൂമിയും മാറിയിടുമേ, വചനങ്ങൾക്കൊരു മാറ്റമില്ല. വാനവും ഭൂമിയും മാറിയിടുമേ, വചനങ്ങൾക്കൊരു മാറ്റമില്ല. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. വഴിയൊരുക്കും അവൻ നാഴികളിൽ, വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കും അവൻ നാഴികളിൽ, വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാനവും ഭൂമിയും മാറിയിടും, പുതുവഴി തുറന്നിടുവേ. വാതിലുകൾ പലതും അടഞ്ഞിടിലോ, വല്ലവൻ പുതുവഴി തുറന്നിടുവേ. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. ഹല്ലേലൂയ. ദിവസം നമ്മുടെ തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ, നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും, യെസ്, ഏതെല്ലാം വിഷയമാണോ നമ്മെ ഭാരപ്പെടുത്തുന്നത്, ദൈവസനിൽ ഏകാഗ്രത നഷ്ടപ്പെടുത്തുന്നത്, ഹല്ലേലൂയ, ദൈവത്തോട് അടുക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത്, അതെല്ലാം അവൻ്റെ മേൽ വെച്ചുകൊള്ളുവിൻ. അവൻ പുലർത്താമെന്ന് വാക്ക് പറഞ്ഞ കർത്താവാണ്. ആ കർത്താവിൻ്റെ കരങ്ങൾ നമ്മെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ബ്രദർ സാജു ഇപ്പോൾ ഹല്ലേലൂയ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കും. സ്തോത്രം. ഹല്ലേലൂയ. കേൾക്കപ്പെടുവാൻ മുൻപാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. അവൻ കരുതുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഗോഡ് വിൽ പ്രൊവൈഡ്. ദൈവം കരുതിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞതുപോലെ ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് വിശ്വസിക്കാം. ദൈവിക കരുതലിന് വേണ്ടി സ്തോത്രം.
ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനേകർക്ക് ലഭിക്കാത്ത ഈ മഹൽ ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകി തന്നതിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. അനേക വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആ വിഷയങ്ങളുടെ മേലെല്ലാം നിന്റെ കരം ചലിക്കുന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. കടന്നു വന്ന സമയം മുതലേ നിന്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഞങ്ങളെ ഇരുത്തിക്കൊണ്ടിരിക്കുന്നതിനായി നന്ദി പറയുകയാണ്. ഞങ്ങളുടെ പാട്ടും പ്രാർത്ഥനയും ആരാധനയും എല്ലാം അങ്ങേക്ക് പ്രസാദകരമായി തീർന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. വിടുതലിൻ്റെ സാക്ഷ്യങ്ങളെ നീ ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ. ഹാലിയ വരും ദിനങ്ങളിൽ ഹല്ലേലൂയ ദൈവത്തിന് മഹത്വം വരുമാറി വീണ്ടും സാക്ഷ്യങ്ങളെ സ്വർഗം ഉളവാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത വചനങ്ങൾക്കായി നന്ദി പറയുന്നു കർത്താവേ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവേൻ. ഹല്ലേലൂയ. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നു എന്നുള്ളതിനേക്കാൾ ഉറപ്പും ബലവും ഞങ്ങൾക്ക് മറ്റെന്തുള്ളു കർത്താവേ. ഹല്ലേലൂയ. നീ ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നു എങ്കിൽ ഹല്ലേലൂയ അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഹാലിലെ കൂട്ടുന്നതായ വാക്യമാകയാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ സകല ചിന്താകുലവും ഞങ്ങൾ അങ്ങയുടെ മേൽ ഇടുകയാണ്. നാളെ എന്തായിത്തീരും, ഹാലിലെ തലമുറകളുടെ ഭാവി എന്തായിത്തീരും എന്നുള്ള സകല ആകുല ചിന്തകളും ഞങ്ങൾ അങ്ങയുടെ മേൽ ഇടുന്നു കർത്താവേ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു എന്നല്ലോ വാഗ്ദത്ത വചനം. ഹല്ലേലൂയ. അബ്രഹാമിന്റെ ജീവിതത്തിൽ കൂടെയെല്ലാം ഞങ്ങളെ നീ കേൾപ്പിച്ച വചനങ്ങൾക്കായി നന്ദി പറയുകയാണ്. ഹല്ലേലൂയ. എല്ലാം തകർന്നു, എല്ലാം തീർന്നു എന്ന് ചിന്തിച്ചപ്പോൾ അതിൻ്റെ ഈ നടുവിലുള്ള ദൈവിക വാഗ്ദത്തങ്ങളിലുള്ള വിശ്വാസം അവൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു എങ്കിൽ വരും ദിനങ്ങളിൽ കർത്താവേ ഞങ്ങളും നീ പറഞ്ഞിട്ടുള്ള വാഗ്ദത്തങ്ങളിൽ ഉറച്ചു നിന്ന് പ്രവർത്തിപ്പാൻ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വിശേഷ ലെവിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ കരം നീട്ടണമേ. യേശുവിൻ്റെ നാമത്തിലുള്ള വിടുതൽ ഇപ്പോൾ അവിടെ സംഭവിക്കുമാറാകട്ടെ. അതിവേഗമോടുന്ന വചനം ഹാലിലെ പ്രിയ പൈതൽ കിടക്കുന്ന ഹോസ്പിറ്റലിലേക്ക്, ആ ബെഡിലേക്ക്, ആ റൂമിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇപ്പോൾ തന്നെ ഒരു സൗഖ്യമായി പരിണമിക്കുമാറാകട്ടെ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. നിന്റെ മുറിവിനാൽ ഞങ്ങൾക്ക് സൗഖ്യമുണ്ട്, നിന്റെ അടുപ്പിനാൽ ഞങ്ങൾക്ക് സൗഖ്യമുണ്ട്. ഞങ്ങളുടെ അവകാശമാണ് കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളത് അവകാശം പറഞ്ഞ് ഏറ്റെടുക്കുകയാണ്. ഹല്ലേലൂയ. കുറഞ്ഞതായ കൗണ്ട് യേശുവിൻ്റെ രക്തത്തിൻ്റെ സ്പർശനത്താൽ വർദ്ധിക്കുവാൻ ഇടയായി തീരുമാറാകട്ടെ. എത്രയും വേഗം ഭവനത്തിലേക്ക് ഡിസ്ചാർജ് ആയി മടങ്ങുവാൻ ഇടയാക്കുമാറാകണം. നാളെ ലിസ സിസ്റ്റർ കടന്നു ചെല്ലുമ്പോൾ അവിടെ ഒരു പ്രയാസമുണ്ടാകാതെ ദൈവത്തിൻ്റെ കരുതൽ അവിടെയും കാണുവാൻ ഇടയാകുമാറാകണം. ഹാലിൽ നാളെ ബാംഗ്ലൂർക്ക് കടന്നു പോകുന്ന കിസയ്ക്കായി പ്രിയച്ചായനായി സ്തോത്രം ചെയ്യുന്നു. പ്രിയ പൈതലിന് വേണ്ടി ഒരുക്കിയ വഴികൾക്കായി സ്തോത്രം കർത്താവേ. എല്ലാ നന്മകളെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ഈ ആഴ്ചയിൽ എല്ലാ കൂടിവരവുകളെയും അനുഗ്രഹിക്കുമാറാകണമേ. തുടർന്ന് നടക്കുന്ന സെന്റ് ഓഫ് മീറ്റിംഗ് ആയിട്ട് അനുഗ്രഹമായി തിരഞ്ഞെടുക്കുമാറാകണമേ. ഹാലിൽ എല്ലാ വിഷയങ്ങളെയും കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പിതൃപുത്ര പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മയും കാവലും നമ്മോട് നാം പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളുടെ മേലും പ്രാർത്ഥിപ്പാൻ കിടപ്പെട്ട സകല വിഷയങ്ങളോടും തുടർന്ന് നടക്കുന്ന എല്ലാ സെക്ഷനോടും ഇന്നും എന്നേക്കും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിരിക്കുമാറാകട്ടെ. ആമേൻ ആമേൻ ആമേൻ. എല്ലാ പ്രിയപ്പെട്ട ദിവസം